നാരായണീയം വായിക്കുന്നവർ ഒക്കെ നിർബന്ധമായിട്ടും ചൊല്ലേണ്ട ഒരു ശ്ലോകമാണത്, അല്ലെങ്കിൽ അറിയേണ്ട ഒരു ശ്ലോകമാണ് ഇത്. ഈ രണ്ട് ശ്ലോകങ്ങളും, ഒന്ന് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയെ നമസ്കരിക്കുന്നു. ആ നാരായണീയം എന്നുള്ള നിവ്യമായ ഗ്രന്ഥം നമുക്കായിട്ട് നൽകിയ ആ നാരായണ അവനിസുരായ നമോസ്തു തസ്മൈ, ആ നാരായണനിവരായ ബ്രാഹ്മണോത്തമന് നമസ്കാരം. മായാപ്രപഞ്ചത്തിൽ കെട്ടുന്ന വട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ, ജനങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ആ ഭാഗവതമാകുന്ന സമുദ്രം കടഞ്ഞെടുത്ത് അതിൻ്റെ സാരമായിട്ടുള്ള ആ വെണ്ണ കളഞ്ഞെടുത്ത് നമുക്ക് തന്ന, നാരായണീയമാക്കി തന്ന ആ കാരുണ്യവാരിധിയായിട്ടുള്ള ആ ഗുരുനാഥന് നമസ്കാരം എന്നുള്ള ഭാവത്തിൽ മേൽപ്പത്തൂരിനെ നമസ്കരിക്കുന്നു. അതുപോലെ കൃഷ്ണോ രക്ഷതുമാം ചരാചര ഗുരു. മേൽപ്പത്തൂര് കുട്ടിയായിരിക്കുന്ന സമയത്ത് 10 വയസ്സിന് താഴെയാവും ഏകദേശം, ചിലപ്പോൾ ഉപനയനം പോലും കഴിഞ്ഞിട്ടുണ്ടാവില്ല, അറിയില്ല, നമുക്ക് ഏത് കാലത്താണെന്ന് അറിയില്ല. എന്തായാലും വളരെ കുട്ടിയായ സമയത്ത് അത്യാവശ്യം ശാസ്ത്രങ്ങളൊക്കെ പഠിപ്പിക്കാനായിട്ട് പുറപ്പെടുകയാണ്, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് പുറപ്പെട്ടപ്പോൾ ഗുരുനാഥൻ, ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ എന്ത് വേണം? സംസ്കൃതത്തിൽ ശാസ്ത്രം പഠിച്ച് സംസ്കൃതം പഠിക്കലല്ല, പിന്നെന്താണ്? സംസ്കൃതം പഠിച്ചു കഴിഞ്ഞിട്ട് ശാസ്ത്രം പഠിക്കാൻ പാടുള്ളൂ. സംസ്കൃതത്തിൽ നല്ല വിവരമുണ്ടോ എന്ന് പരിശോധിക്കും. ഇന്നും പോയാൽ, ഇപ്പോൾ നമ്മുടെ തന്നെ സുഹൃത്തുക്കൾ പണ്ട് 25 കൊല്ലങ്ങൾ മുമ്പ് പലരും, ഞാനൊരു ആശ്രമത്തിൽ സംസ്കൃതം പഠിക്കാൻ വേണ്ടി താമസിച്ചായിരുന്നു. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സതീർത്ഥ്യന്മാർ പലരും അധ്യാപകരായിട്ട് മാറിയിട്ടുണ്ട്. സംസ്കൃത അധ്യാപകരായിട്ട് പല ദിക്കിലും, കോളേജിലും സ്കൂളുകളിലും KVS ഒക്കെ ഉണ്ട്. എന്നാൽ കുറേ സന്യാസിമാരുണ്ട്, പല പല ആശ്രമങ്ങളുടെയും മഠാധിപതികളായിട്ടുള്ള സന്യാസിമാർ വയനാട്ടിൽ. പെട്ടെന്ന് ഓർമ്മ വന്നപ്പോഴാണ്, വയനാട്ടിലാന്ന് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. ഞാൻ ഇതുവരെ അദ്ദേഹത്തെ വിളിച്ചില്ല, അന്വേഷിച്ചില്ല, ഇപ്പോൾ ഓർമ്മ വന്നു. അങ്ങനെ പല ആശ്രമങ്ങളിലും മഠാധിപതികളായിട്ടും ഒക്കെ സന്യാസിമാർ ഒക്കെ ഞങ്ങളുടെ കൂടെ പഠിച്ചവരും ഒക്കെ ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അന്ന് സന്യാസത്തിന് വേണ്ടിയിട്ട് പലരും ഇവിടെ ഒന്നും പോരാന്ന് വിചാരിച്ചുകൊണ്ട് 10-18 വയസ്സുകളിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് അത്രയായിട്ടുണ്ടാവില്ല, അങ്ങനെ ആ കാലത്ത് പോയിട്ട് ഋഷികേശിലും ഹരിദ്വാറിലും ഒക്കെ ചെന്ന് അവിടെ ഓരോ ആശ്രമങ്ങളിലൊക്കെ കയറി ചെല്ലും, അവിടെയൊക്കെ അന്നൊക്കെ കയറി ചെന്ന ഉടനെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ അവർ ഒരു ടെസ്റ്റ് ഉണ്ട്. സംസ്കൃതത്തിലെ വ്യാകരണ ഗ്രന്ഥമായിട്ടുള്ള ലഘുസിദ്ധാന്തമൊക്കെ കൗമുദി പഠിച്ചിട്ട് ചോദിക്കും. ചിലപ്പോൾ സിദ്ധാന്ത കൗമുദീനെ പഠിച്ചു ചോദിക്കും. എന്നാലാകത്തി എന്ന് പറഞ്ഞാൽ അത്രയും പാണ്ഡിത്യം ഉണ്ടാവണമെന്ന്. പണ്ടൊക്കെ അത് ഏറ്റവും, ഇന്നൊക്കെ അത് പഠിച്ചു കഴിഞ്ഞാൽ വലിയ പണ്ഡിതം എന്നൊക്കെ വിളിക്കാം. ഇന്നത് പഠിച്ച, അത്യാവശ്യം ലഘുസിദ്ധാന്ത കൗമുദിയെങ്കിലും പഠിച്ചവരൊക്കെ വലിയ പണ്ഡിതന്മാരായിട്ട് കണക്കാക്കും. ഞാൻ സാധാരണക്കാരുട്ടോ, ആ വിഷയത്തിൽ വിവരമുള്ളവരല്ല പറഞ്ഞത്. സാധാരണക്കാർ വിചാരിക്കും ഇവരൊക്കെ പണ്ഡിതന്മാരാണെന്ന്. ശാസ്ത്രങ്ങൾ പഠിക്കാനുള്ള ഒരു അടിത്തറ മാത്രമേ ആയിട്ടുള്ളൂ ഇതൊക്കെ. അപ്പോൾ അത്രയും ആ സംസ്കൃത വ്യാകരണം പഠിക്കാനോ, ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് വേദാന്ത ശാസ്ത്രങ്ങളൊക്കെ പഠിക്കാനുള്ള അധികാരമാണ് ഇതുപോലുള്ള ആ വ്യാകരണത്തിലുള്ള അടിസ്ഥാനമായിട്ടുള്ള വിവരം. ഈ എന്താ പറയുക, ലഘുസിദ്ധാന്ത കൗമുദി എന്ന് പറഞ്ഞാൽ സിദ്ധാന്ത കൗമുദിയുടെ ലഘുവായിട്ടുള്ള സിദ്ധാന്ത കൗമുദി, വലിയ സിദ്ധാന്ത കൗമുദി കൊണ്ടിരിക്കുന്നുണ്ട് വ്യാകരണ ഗ്രന്ഥം. അതിൽ പഠിക്കാനായിട്ട് ഒരു മിനിമം അറിവുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ലഘു സിദ്ധാന്ത കൗമുദി പഠിപ്പിക്കുക. അത് പഠിക്കണമെങ്കിൽ എന്ത് വേണം? എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കാവ്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവണം. കാവ്യങ്ങൾ, രഘുവംശം, അതുപോലുള്ള കാവ്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവണം, സംസ്കൃത കാവ്യങ്ങൾ. അത് പഠിക്കണമെങ്കിൽ സംസ്കൃതത്തിൽ സിദ്ധരൂപം പഠിച്ചിരിക്കണം. സിദ്ധരൂപം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാനൊന്നും വിഷമമില്ല. എന്ന് പറഞ്ഞാൽ സിദ്ധരൂപത്തിലെ ക്രിയാപദങ്ങൾ ഉണ്ടാവും. ഇന്നിപ്പോൾ ഒരു ഇംഗ്ലീഷ് ഭാഷയായിക്കോട്ടെ, ഒരു ഭാഷയായിക്കോട്ടെ, ആ ഭാഷയിലുള്ള എല്ലാ പ്രയോഗങ്ങളും പഠിക്കുന്നതാണ് എന്ത്? സിദ്ധരൂപം. അപ്പോൾ സിദ്ധരൂപം പഠിച്ചിട്ടുണ്ടാവണം.
സിദ്രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പദങ്ങളൊക്കെ രാമ രാമോ രാമ ഹി രാമ ഹി രാമോ രാമ രാമം രാമോ രാമൻ രാമേണ രാമാഭിരാമവൈ രാമായ രാമാഭ്യാം രാമേഭ്യ രാമാത് രാമാഭ്യാം രാമേഭ്യ രാമസ്യ രാമയോ രാമാണാം രാമേ രാമയോ രാമേഷു. ഇന്ന് എന്ത് വാക്ക് കിട്ടിയാലും ഇതുപോലെ പറയാൻ പറ്റണം. എല്ലാം ഒരേപോലെ പാടില്ല. ആ വാക്കനുസരിച്ചാണ് അതിൻ്റെ രൂപങ്ങൾ വരിക. ഈ ഇത്ര 27, 8, 83, 24 രൂപങ്ങൾ വന്നിരിക്കുന്നത് അതാത് വാക്കുകൾക്കനുസരിച്ച്. എല്ലാ വാക്കും ഒരേപോലെ പറ്റില്ല. അഹം ഞാൻ എന്നുള്ള വാക്കാണെങ്കിൽ അത് വേറെയാ, ഇങ്ങനെയൊന്നല്ല. ഇതൊക്കെ ഒരു 10, 100 ഇതുപോലെ 100 പോലെ 10, 200 ഇതുപോലെ ഹൃദയസ്ഥാക്കി കഴിഞ്ഞാൽ സിദ്ധാന്ത കൗമുദി അല്ലെങ്കിൽ എന്താ വിഭക്തി ഉണ്ടായി എന്ന് പറയാം. വിഭക്തി ഉറച്ചു. ഏത് വാക്ക് വന്നാലും സംസ്കൃതത്തിൽ അല്ലെങ്കിൽ ഏത് വാക്ക് വന്നാലും അതെങ്ങനെ വേണേ പ്രയോഗിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ കുട്ടിക്ക് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിക്ക് വിഭക്തി ഉറച്ചോ എന്നറിയാൻ വേണ്ടിയിട്ട് വിഭക്തി ഉറച്ചോ ചോദിച്ചു. അപ്പോൾ ഉടനെ അദ്ദേഹം ഒരു ശ്ലോകം ചൊല്ലി കേൾപ്പിച്ചു കൊടുത്തു. ആ ശ്ലോകം എന്താണ്? കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു. കൃഷ്ണോ രക്ഷതു പറഞ്ഞാൽ കൃഷ്ണ രക്ഷതു. അപ്പം കൃഷ്ണ എന്നുള്ള വാക്ക് ആ സിദ്ധരൂപത്തിൽ പഠിച്ചിട്ടുണ്ട്. രക്ഷതു പറഞ്ഞാൽ ക്രിയാപദമാണ്, അത് വെർബാണ്. ആ വെർബ് 10 തരത്തിലുള്ള വെർബുകളുണ്ട്, അല്ലെങ്കിൽ 10 തരത്തിലുള്ള ടെൻസ് ഉണ്ട് സംസ്കൃതത്തിൽ. ആ ടെൻസ് മാത്രം പഠിച്ചാൽ പോരാ, ഓരോ വാക്കുകൾക്കും വേറെ വേറെ അങ്ങനെയാണല്ലേ. ഇപ്പോൾ കട്ട് 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 എന്ന് പറഞ്ഞ പോലെയല്ലല്ലോ, അതേപോലെ പറയാൻ പറ്റുമോ? സേ സെഡ് സെഡ് എന്ന് പറഞ്ഞ പോലെ എല്ലാ വാക്കും പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഒക്കെ പഠിക്കണ്ടേ ഏത് ഭാഷയിലും. ഇതുപോലെ സംസ്കൃതത്തിലും വേണം. അങ്ങനെ 10 ടെൻസും ഉണ്ട്, ലകാരങ്ങളുണ്ട്. അതൊക്കെ പഠിച്ചാൽ ആ രക്ഷതു എന്ന് പറയാൻ പറ്റുള്ളൂ. കൃഷ്ണോ രക്ഷതു മാം എന്നെ. അപ്പോൾ ആ അസ്മത് ശബ്ദം പഠിക്കണം. അതിൽ എന്നെ എന്നുള്ള വാക്ക് കിട്ടണമെങ്കിൽ അഹം ആവാമയം മാം മാം എന്ന് പറഞ്ഞാൽ എന്നെ എന്ന് അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ അത് പഠിച്ചു ചെയ്യണം. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണനോട് അല്ലെങ്കിൽ കൃഷ്ണനെ എന്നൊക്കെ പറയാം. അപ്പോൾ കൃഷ്ണം നമസ്യേ, കൃഷ്ണനെ നമസ്കരിക്കുന്നു. അപ്പോൾ കൃഷ്ണനെ എന്നാക്കണമെങ്കിൽ കൃഷ്ണം എന്ന് വേണം. കൃഷ്ണേനൈവ സുരക്ഷിത. കൃഷ്ണേനൈവ കൃഷ്ണനാൽ ഞാൻ സുരക്ഷിതനാണ്. കൃഷ്ണായ ദത്തം മന. കൃഷ്ണായ എന്നർത്ഥം നമഃ കൃഷ്ണായ നമഃ എന്ന് പറഞ്ഞാൽ നമസ്കാരം കൃഷ്ണനായിക്കൊണ്ട്. ആയിക്കൊണ്ട് ചതുർത്ഥീച്ച എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ വേറെ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമുണ്ടാവും. അത് കഴിഞ്ഞിട്ടോ കൃഷ്ണാത് ഏവ സമുദ്ഭവോ. കൃഷ്ണാത് ഏവ കൃഷ്ണനിൽ തന്നെയാണ്. കൃഷ്ണനിൽ നിന്ന് ആണ് എന്തുണ്ടായത്? ഈ ലോകം മുഴുവൻ ഉണ്ടായതെന്ന്. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ, എൻ്റെ വിഭുവായ ഭഗവാനെ. കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണസ്യ എന്നർത്ഥം കൃഷ്ണൻ്റെ. ദാസഃ അസ്മി അഹം, ഞാൻ ദാസനാണ്. കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ കൃഷ്ണനിൽ. അതാണ് ഇത്. ഇപ്പം ഈ 7 വാക്കുകളാണ് എന്ത്? പ്രഥമ വിഭക്തി, ദ്വിതീയ വിഭക്തി, തൃതീയ വിഭക്തി, ചതുർത്ഥി വിഭക്തി, പഞ്ചമി വിഭക്തി, ഷഷ്ഠി വിഭക്തി, ഈ സപ്തവിഭക്തികൾ. ഇത് ഉറച്ചോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അപ്പോഴാണ് കൃഷ്ണേ ഭക്തിരചഞ്ചല അസ്തു. പിന്നെ ഒന്നുകൂടി ഉണ്ട്, സംബോധന പ്രഥമ. ഒരാളെ സംബോധന ചെയ്യുമ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്ന്. ഹേ കൃഷ്ണ തുഭ്യം നമ. അപ്പോൾ കാര്യം മനസ്സിലായി. ഇനിയിപ്പോൾ അത്യാവശ്യം ഇതിപ്പോൾ വെറുതെ പറയലുണ്ടായത്, കവിതയൊക്കെ ഇട്ടിട്ട് ചൊല്ലി കൊടുക്കാൻ ഉണ്ടായത്. അപ്പോൾ ഉറച്ചു എന്ന് മനസ്സിലായില്ലേ? ഇത്രയും പണ്ഡിതനായിട്ടുള്ള ആചാര്യനെയാണ് നമ്മളും നമസ്കരിച്ചുകൊണ്ട് തുടങ്ങുക എന്നർത്ഥം. ആ ഭഗവാന്റെ കൃഷ്ണൻ്റെ മധുരമായ ലീലകളാണ് 39ാമത്തെ ദശകം മുതൽ കൃഷ്ണലീലകൾ. അത്ഭുത ബാലകനായിട്ടാണല്ലോ ഭഗവാൻ അവതരിച്ചത്. ആ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള അവതാരം കഴിഞ്ഞ് ദേവകീ വസുദേവന്മാരൊക്കെ ഭഗവാനെ വീണ്ടും ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് ഗദ്ഗദകണ്ഠരായിട്ട് വീണ്ടും നമസ്കരിക്കുന്നുണ്ട്. ആ ഭഗവാന്റെ ദിവ്യ സ്വരൂപം കണ്ടിട്ട് ശംഖചക്ര ഗദാപത്മത്തോടു കൂടിയിട്ടുള്ള
ദിവ്യമായ സ്വരൂപം കണ്ടുകൊണ്ട് നമസ്കരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ദേവപ്രസീദ പരപൂരുഷ താപവല്ലീ നിർലൂനിതാത്ര സമനേത്ര കലാവിലാസിൻ എന്നു ആവാം താപവല്ലീ നിർലൂനിതാത്ര സമനേത്ര കലാവിലാസ് എന്നൊക്കെ വേറെയും വ്യാഖ്യാനങ്ങളുണ്ട്. വേറെ വേറെ പദങ്ങളാക്കിയിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ടും ഒക്കെ വ്യാഖ്യാനങ്ങളുണ്ട്. എന്തായാലും എന്താണ് അർത്ഥം? ഈ ഭക്തന്മാരുടെ ദുഃഖമാകുന്ന വള്ളിയെ മുഴുവൻ മുറിക്കുന്ന, ഭക്തന്മാരുടെ ദുഃഖം മുഴുവൻ ഇല്ലാതെയാക്കുന്ന ഭഗവാനെ അങ്ങയ്ക്ക് നമസ്കാരം എന്നാണ് അർത്ഥം. ഏത് രീതിയിൽ നോക്കിയാലും നല്ല കാരുണ്യകടാക്ഷം ഒഴിക്കുന്നവനെ, കാരുണ്യ വാരിധിയായിട്ടുള്ള ഭഗവാനെ എന്നൊക്കെ അർത്ഥം കണക്കാക്കാം. അങ്ങനെയുള്ള ഭഗവാനെ വീണ്ടും നമസ്കരിക്കുന്നു. ക്രമേണ ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച്, അല്ലെങ്കിൽ ഭഗവാൻ അമ്മയുടെ വാക്കനുസരിച്ച് ഈ ഉഗ്രരൂപമൊന്നും അല്ലെങ്കിൽ ഈ ദിവ്യമായ രൂപമൊക്കെ കണ്ട് എനിക്ക് കണ്ട പേടിയാവുന്നു എന്നാണ് പറഞ്ഞത്. മറ്റുള്ളവർക്കൊക്കെ എന്താ തോന്നാറിയില്ല, കംസൻ എന്താ വിചാരിക്കാന്നറിയില്ല, അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഉപസംഹരിക്കണം എന്നുള്ള അമ്മയുടെ നിർദ്ദേശം അനുസരിച്ച് പിന്നെ ഭഗവാൻ മാനുഷ ബാലവേഷം, അതിമധുരമായിട്ടുള്ള ആ സ്വരൂപത്തെ സ്വീകരിച്ചു. ഇതിനു മുമ്പും അതിമധുരമായ സ്വരൂപമായിരുന്നു, പക്ഷെ ആ വേഷം കെട്ടൊക്കെ അഴിച്ചു വെച്ചു. എന്താ അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ ഇല്ലാതെയാവുന്നു. ആ സൗന്ദര്യോത്തരത്തോപി സുന്ദരതരമായിട്ടുള്ള ആ രൂപം ഭഗവാൻ മാറ്റിവെച്ചില്ല. അങ്ങനെ ഭഗവാന്റെ പ്രേരണ അനുസരിച്ച് തന്നെ ആ ഭഗവാനെ വാരിയെടുത്ത് നന്ദഗോകുലത്തിൽ കൊണ്ടുപോയി കിശോരിയായിട്ടുള്ള ഭഗവതിയെ പെൺകുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഏർപ്പാട് ചെയ്യാണ്. അതിനായിട്ട് കയ്യിലെടുത്തപ്പോൾ എങ്ങനെ അംഭോരുഹസ്ഥ കളഹംസ കിശോരരമ്യം. വസുദേവർ കയ്യിലെടുത്തപ്പോൾ ഏതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു താമരപ്പൂവിലെ ഒരു ഹംസ ശിശു എന്ന പോലെ അത് അതിമധുരമായിട്ടാണ് ഭഗവാനെ വസുദേവര് വാരി കയ്യിലെടുത്തതെന്ന്. അങ്ങനെ കൊണ്ടുപോയി ദേവകി കഷ്ടിച്ച് പുറത്തേക്ക് അങ്ങോട്ട് കടക്കുമ്പോഴേക്കും നല്ല മഴയാണ്, കോരിച്ചൊരിയുന്ന മഴയാണ്. ഈ മഴയത്ത് എങ്ങനെയാണ് പുറത്തേക്ക് കിടക്കുക എന്ന് നോക്കുമ്പോഴാണ് ശേഷേണ ഭൂരിഭണ വാരിനാഥ, അനന്തങ്ങളാകുന്ന ഭണങ്ങളെ കൊണ്ട് കൊട പിടിച്ചുകൊണ്ട് കൂടെയുണ്ട്. ആ അനന്തൻ്റെ ആയിരക്കണക്കിന് ഭണങ്ങളെ കൊണ്ട് വെള്ളമൊക്കെ പോയി. ഒരു തുള്ളി വെള്ളം, സാധാരണ കുടയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായാലും വെള്ളം തട്ടും. ഇത് അങ്ങനെയൊന്നുമില്ല, വലിയ കുടയാ. ഒരു കുടയൊന്നുമല്ല, ഒരു ആയിരക്കണക്കിന് കുടകളാ ഒരുമിച്ച്. അതുകൊണ്ടാണ് ഭഗവാനെ കൊട പിടിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അർദ്ധരാത്രിയാണ്, നല്ല പ്രകാശവും പരത്തിയിട്ടുണ്ട്. മണിദീപിതേന സ്വൈരം പ്രദർശിത പഥോ മണിദീപിതേന, വഴികാട്ടാൻ പാകത്തിന് ആ അനന്ത ഭഗവാന്റെ ഭണങ്ങളിലൂടെ പ്രകാശം പരത്തുന്നുണ്ട്. അങ്ങനെ ഭഗവാനെയും വാരിയെടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ വസുദേവന്റെ കയ്യിൽ ഇങ്ങനെ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനെ അവിടുന്ന് എൻ്റെ രോഗങ്ങളെ നശിപ്പിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് 38ാമത്തെ സ്കന്ധം നല്ല സമർപ്പിച്ചത്. അത് കഴിഞ്ഞ് ഭവന്തമയമുദ്വഹൻ യദുകുലോദ്വഹോ നിസ്സരൻ ദദർശ. വസുദേവരന് പോകുമ്പോഴാണ് കഷ്ടിച്ച് യമുനാതീരത്തെത്തിയപ്പോഴാണ് കണ്ടത്. എന്താ അത്? ആകാശം മുട്ടോളങ്ങൾ നിൽക്കുകയാണ് തിരമാലകളായിട്ട്. അക്കരയ്ക്ക് കിടക്കാനൊന്നും പറ്റില്ല. ഏകദേശം ഇതുപോലെ പറഞ്ഞാൽ ഇപ്പോൾ ഇതാ പ്രളയം കഴിഞ്ഞപ്പോൾ അങ്ങനെ വെള്ളം കുത്തിയൊലിച്ച് വന്ന പോലെ. അന്നൊക്കെ എന്നും അങ്ങനെയായിരുന്നു. ഇപ്പോൾ കുത്തിയൊലിച്ച് വന്നു കഴിഞ്ഞാൽ എവിടേക്കാണ് പോകേണ്ടതെന്ന് വെച്ചില്ല. മറ്റേതാണെങ്കിൽ പോകാനുള്ള വഴിയുണ്ടായിരുന്നു. ഇത് പണ്ടൊക്കെ നല്ല തോടുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു 10-50 കൊല്ലം ഇതുപോലെയൊക്കെ മഴ പെയ്യാറുണ്ട്. അല്ല, ഇതിനേക്കാളും കൂടുതൽ മഴ പെയ്യാറുണ്ട്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇക്കൊല്ലം പെയ്ത മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കണക്കിലെത്തിയിട്ടില്ല അത്രേ. ഇതിനേക്കാളും മഴ പെയ്യാറുണ്ട്. പക്ഷേ അന്നൊക്കെ വെള്ളം ഒലിച്ചു പോകാനുള്ള വഴി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വെള്ളത്തിൽ താഴത്തേക്ക് ഇറങ്ങാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പം അതില്ലാതെ എല്ലാ ദിക്കിലും കെട്ടിടങ്ങൾ പണിത് വെള്ളം എവിടേക്കാണ് പോവുക? അപ്പോൾ വെള്ളം ഭൂമിയിലേക്ക് ഒലിച്ചു പോകാനുള്ള സ്ഥലം ഇല്ലാണ്ടായി. പിന്നെ എന്ത് പറ്റി? തോടുകളാണെങ്കിൽ വലിയ തോടുകളൊക്കെ ഉണ്ടായിരുന്നത് ചുരുങ്ങി ആൾക്കാർ കയ്യേറി ചുരുങ്ങിപ്പോയി. വെള്ളം എവിടെ പോവുക? അപ്പോൾ ശരിക്കും വെള്ളം വരുമ്പോൾ
അടുത്തുള്ള കെട്ടിടവും സ്കൂളാണെങ്കിൽ സ്കൂളും ഒക്കെ അടിച്ചുകൊണ്ടാ പോവും. നിവർത്തിയില്ലല്ലോ. അപ്പോൾ ഇതാ ഇവിടെ ആകാശം മുട്ടോളം തിരമാലകളോട് കൂടിയിട്ട് ഇങ്ങനെ നല്ല കോരി ചൊരിയുന്ന മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ വെള്ളം കുത്തി ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ് യമുനാ നദിയിൽ. എന്ത് വേണമെന്നറിയാതെ അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ആ കളിന്താത്മജയെ, യമുനാ നദിയെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് എന്തോ ഇന്ദ്രജാലം പോലൊരു സംഭവം ഉണ്ടായത്രേ. ഇന്ദ്രജാലോദിതോ. ആ വെള്ളമൊന്നും കാണാനില്ല. അപ്പോൾ വഴി മാറിക്കൊടുത്തു യമുനാ നദി. ഇപ്പോൾ കാലിങ്ങനെ കഴിയിക്കാൻ മാത്രമുള്ള വെള്ളം മാത്രമേ ഉള്ളൂ ഇവിടെ. എന്തോ ഇന്ദ്രജാലം കൊണ്ട് അങ്ങനെയാണല്ലോ. ഇന്ദ്രജാലത്തെ പെട്ടെന്ന് ഒരു ആന ഉണ്ടാക്കി, കുറച്ച് ആനയെ കാണാനില്ലാതെ, ഇങ്ങനെയൊക്കെ പല സൂത്രങ്ങളിലും ആൾക്കാരുടെ കണ്ണ് കെട്ടിക്കൊണ്ട് മായാജാലക്കാർ കാണിക്കുന്ന പോലെയാണ് അത്ര ഇവിടെ സംഭവിച്ചത്. അങ്ങനെ അക്കരെ കടന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും മായാഭഗവതി അവിടെ അവതരിച്ചിട്ടുണ്ട്. എല്ലാവരെയും മായാഭഗവതി യോഗനിദ്രയിൽ പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ഭഗവതി മാത്രം പതുക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങോട്ട് വന്നോളൂ എന്നുള്ള ഭാവത്തിൽ അവിടെ ചെന്നു. അവിടെ കൊണ്ടുപോയിട്ട് ഭഗവാനെ കിടത്തി. അവിടെയുള്ള പെൺകുട്ടിയും കൊണ്ടുവന്ന് ദേവകി ദേവിയുടെ കയ്യിൽ കൊടുക്കുന്നു. അതോടുകൂടിയിട്ട് ബന്ധനങ്ങളൊക്കെ പഴയ പോലെ ഈ വാതിലൊക്കെ തനിയെ അടയുന്നു. ഇതുവരെ മിണ്ടാതെ കിടന്നിരുന്ന പെൺകുട്ടി ഉറക്ക കരയാൻ തുടങ്ങി. കരച്ചിലെന്നൊക്കെ പറഞ്ഞാൽ മതിയോ, നല്ലൊരു അട്ടഹാസം തന്നെ. ആ രീതിയിലാണ് ഉറക്ക കരയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും കംസഭൃത്യന്മാർ വിവരം അറിയുന്നു. അവരിതുവരെ കൂർക്കം വലിച്ചു ഉറങ്ങായിരുന്നു. ഭാഗവതം പറയും ആ കംസഭൃത്യന്മാരെ കുറിച്ച്. എന്ത്? ഗൃഹപാല സമുദ്ധിതാണ്. ഗൃഹപാലന്മാരെന്നൊക്കെ പറയാം. ഗൃഹത്തെ പാലിക്കുന്നവരെന്ന് പറഞ്ഞാൽ ശ്വാക്കളെ പോലെ വെറും മൃഗീയ സ്വഭാവത്തോട് കൂടിയിട്ട് ഇനിയും ഉണരാത്തവരെന്താ വിളിക്കേണ്ടത്? ഇനിയും ഇതൊന്നും അറിയാത്തവരെന്താ വിളിക്കേണ്ടത്? ഇതുവരെ ഇങ്ങനൊരു പുസ്തകത്തെക്കുറിച്ച് കേട്ടിട്ടില്ല അത്രേ. ഏത് പുസ്തകം? നാരായണീയം. നാരായണീയെന്നോ ഭാഗവതെന്നോ ഒന്നും കേട്ടിട്ട് പോലില്ല എന്ന് പറയുകയാണെങ്കിൽ ഉറപ്പിക്കാം എന്ത്? ഗൃഹപാലന്മാരാണെന്ന്. ഗൃഹപാല സമുദ്ധിത എന്നൊക്കെ ഭാഗവതം. ചാടി എണീറ്റ് കംസനെ ഇവരറിയിച്ചു. കംസൻ ഓടി വന്ന് വാതിലൊക്കെ ചവിട്ടി തുറന്ന് നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയാണ് കണ്ടത്. ഇഷ്ടപ്പെട്ടില്ല. ആൺകുട്ടി കാണാനായിരുന്നു മോഹം. എന്തായാലും പെൺകുട്ടിയുടെ കാലിൽ പിടിച്ച് മുകളിലുയർത്തി പാറയിൽ അടിച്ച് പതിവ് പോലെ കൊല്ലാനായിട്ട് നോക്കുകയാണ്. പെട്ടെന്ന് ആ ഭഗവതി കംസന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് ചാടി മുകളിലേക്ക് ഉയർന്നു അത്രേ. ഏതുപോലെ എന്നിവിടെ പറയും. തതോ ഭവദുപാസകോ ഝഡതി മൃത്യുപാശാദിവാ. ഭഗവാനെ ഭജിക്കുന്ന ഭക്തന്മാര് പെട്ടെന്ന് തന്നെ അന്തകന്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണോ രക്ഷപ്പെടുന്നത്, അതുപോലെയാണ് ആ പെൺകുട്ടി ഉടനെ തന്നെ മുകളിലേക്ക് അങ്ങോട്ട് പറന്നു ഉയർന്നു എന്ന് മാത്രമല്ല, ദിവ്യമായ സ്വരൂപത്തോടു കൂടിയിട്ട് സായുധ അഷ്ടമഹാഭുജായിട്ട് തൃക്കൈകളിൽ 8 തരത്തിലുള്ള ആയുധങ്ങളോട് കൂടിയിട്ട് കർത്യായനി ഭഗവതിയായിട്ട് പിന്നെ താഴോട്ട് വന്നില്ല. അവിടെ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കംസന് ദർശനം കൊടുത്തു. അത്ഭുതം എന്ന് പറയുന്നത് ഈ ദുഷ്ടനായ കംസനാണ് തൻ്റെ കാലൊന്നും പിടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ടാ. എന്നാലും തൻ്റെ കാല് പിടിച്ചുല്ലോ എന്നുള്ള കാരണം കൊണ്ട് കംസന് ഭഗവതി ദർശനം കൊടുത്തു. അഹോ അരേ ദുരാചാര നൃശംസകംസാ പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടു തവാന്തകൻ ഭൂമി തലേ ജനിച്ചു ജവേന സർവത്ര തിരഞ്ഞുകൊൾക്ക നൃശംസതര കംസതേ കിമു മയാ വിനിഷ്പിഷ്ടയാ ബഭൂവ ഭവദന്തക ക്വചന ചിന്ത്യതാം തേ ഹിതം. ഇതന്നെയാ പറഞ്ഞത് നേരത്തെ ചൊല്ലിയ ശ്ലോകത്തിൽ അർത്ഥം. നൃശംസതര കംസ, ദുഷ്ടനായ കംസ, നീയേ നിന്റെ ഈ പരാക്രമമൊന്നും എന്നെ പോലുള്ള സ്ത്രീകളിലല്ല വേണ്ടത്. നിന്റെ അന്തകൻ ജനിച്ചിട്ടുണ്ട്, കണ്ടുപിടിക്കേ. നിന്റെ ഹിതം അതാണ്, കണ്ടുപിടിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവതി പറഞ്ഞു. ഒരു തരത്തിൽ തൻ്റെ പാദം ആശ്രയിച്ച കംസനെ ഇനി ഭയം ഒന്നുകൂടി വർദ്ധിപ്പിക്കണം. ഭഗവാനെ അന്വേഷിക്കണം നിരന്തരമായിട്ട്, ഭയത്തോടു കൂടിയിട്ട്. അങ്ങനെ നിരന്തരമായിട്ടുള്ള സ്മരണ, ഭയത്തോടു കൂടിയിട്ടുള്ള സ്മരണ കംസന് സദ്ഗതി ഉണ്ടാവും എന്നുള്ള കാരണം കൊണ്ടാണ് ഭഗവതി ആ രീതിയിൽ അനുഗ്രഹിച്ചത്. അനുഗ്രഹമാണത്. ഭഗവതി പിന്നെ ഇതാ അവിടുന്ന് മറഞ്ഞു. എവിടേക്കാ മറഞ്ഞത്? ഭൂമിയിൽ.
ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ട് ഭൂമിയിൽ പല പല ക്ഷേത്രങ്ങളിലും ഇന്നും ആ ഭഗവതി കുടികൊള്ളുകൊണ്ടിരിക്കുന്നു. ഇവിടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ എവിടെയാണ് കുടികൊള്ളുന്നത്? പഴവീട്. പിന്നെ മുല്ലയ്ക്കലാരാ? അപ്പൊ അത് പറ്റില്ല. അല്ല, മുല്ലയ്ക്കൽ ആരാ? അപ്പൊ പറ്റില്ല. ഈ ഭഗവതി അല്ലേ? അങ്ങനെ പല പല ക്ഷേത്രങ്ങളിലും ഭൂമിയിൽ പല പല ക്ഷേത്രങ്ങളിലും ആ ഭഗവതി കുടികൊള്ളുകൊണ്ടിരിക്കുന്നു എന്ന് എടുത്തു പറഞ്ഞു ഇവിടെ മേൽപ്പത്തൂര്. മരുൽഗണാവണായിതാ ഭുവിച്ച മന്ദിരാണ്യേയുഷീ. പിന്നെ അടുത്ത പ്രഭാതത്തില് പിന്നെ പ്രഭാതമായി കഴിഞ്ഞപ്പോഴേക്കും ദേവി കംസനപ്പോഴേക്കും ദേവകി വസുദേവന്മാരെയൊക്കെ നമസ്കരിച്ച് അവിടെ നിന്ന് പോവുക കഴിഞ്ഞു. അവർ നമസ്കരിച്ചു. മകളുടെ പ്രായമുള്ളൂ, എന്നിട്ടും നമസ്കരിച്ചു. അത്രേ. എന്തിനാ നമസ്കരിച്ചത്? നിങ്ങൾക്ക് കുട്ടികൾ മരിക്കാനുള്ളൊരു യോഗം ഉണ്ട്, ഞാനതിന് കാരണക്കാരനായി എന്ന് മാത്രം വിചാരിച്ചാൽ മതി, നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമസ്കരിച്ച് അവിടുന്ന് പോയി. അതൊക്കെ ഇവിടെ കട്ട് ചെയ്ത് പോയി. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അന്നും ചുരുക്കി പറയുമ്പോൾ അതിനൊന്നും സമയമില്ലാത്തത് കൊണ്ട് അതൊക്കെ കട്ട് ചെയ്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ മേൽപ്പത്തൂരും പറയാറുള്ളൂ. എന്നാൽ ചിലപ്പോൾ കൂട്ടിച്ചേർക്കാറുണ്ട്. എന്തായാലും ഈ വിവരം അറിഞ്ഞ് ദുരഭിമാനികളായിട്ടുള്ള കംസൻ്റെ ആൾക്കാർ, പൂതന തുടങ്ങിയിട്ടുള്ളവർ, പൂതന, കേശിധേനുകൈ, പൂതനാദികളൊക്കെ ചുറ്റും കൂടി, മന്ത്രിമാർ ചുറ്റും കൂടി, എന്താ ഒരു പെണ്ണ് വന്ന് എന്തോ പറഞ്ഞു കേട്ടിങ്ങനെ പേടിക്കുക, ഞങ്ങളില്ലേ എന്ന് ചോദിക്കേണ്ട താമസങ്ങളിലുള്ള സമാധാനം മുഴുവൻ പോയി. അങ്ങനെ അടുത്ത് ജനിച്ച കുട്ടികളെയൊക്കെ കൊല്ലാനുള്ള ഏർപ്പാട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത്. അതൊന്നും പറഞ്ഞു നിൽക്കാനായിട്ട് സമയമില്ല. നമ്മളെയും കൊണ്ട് പോകുന്നു നന്ദഗോകുലത്തിലേക്ക്. അവിടെ നന്ദഗോപുരത്തില് യശോദ തൽപ്പത്തില് നന്ദപ്രിയ പ്രസൂതി ശയനേ ആ പ്രസവ തൽപ്പത്തില് കിടക്കുന്ന കണ്ണനെ, ഭഗവാനെ, അത് മെല്ലെ ശബ്ദം ഉണ്ടാക്കുന്നു. കാലിനെ കുടഞ്ഞ് മെല്ലെ ശബ്ദം ഉണ്ടാക്കുന്ന ആ ശബ്ദമൊക്കെ കേട്ട് സ്ത്രീകൾ വിവരമൊക്കെ എല്ലാവരെയും അറിയിക്കുന്നു. എന്തൊരു ആ അമ്പാടി മുഴുവൻ ഇപ്പൊ പരമാനന്ദമായിട്ട് മാറിയിരിക്കുന്നു. മുദാ കിമു വദാമ്യഹോ സകലമാകുലം ഗോകുലം. അവിടെ മുഴുവൻ ആനന്ദമായിരിക്കുന്നു. ആനന്ദമൂർത്തിയായ ലോകത്തിന് മുഴുവൻ ആധാരമായിട്ടുള്ള പരമചൈതന്യമായിട്ടുള്ള ആ ആനന്ദമൂർത്തിയെ എത്തിക്കഴിഞ്ഞാൽ, അതും പ്രത്യക്ഷമായ ഭാവത്തിൽ, എല്ലായിടത്തും ഭഗവാൻ തന്നെയാണ്, എന്നാലും ഒന്നുകൂടി പ്രത്യക്ഷമായ ഭാവത്തിൽ ഭഗവാനെ ലോകത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആനന്ദമില്ലാതിരിക്കും? അഹോ ഖലു യശോദയാ നവകളായ ചേതോഹരം. എന്തൊരു അത്ഭുതമാണത്! അതാ പുതിയ കായാമ്പു പോലെയുള്ള മനോഹരമായിട്ടുള്ള ഭഗവാന്റെ ആ ആദ്യത്തെ ആ ദിവ്യമായ ഭാവം ആദ്യമായിട്ട് ഇങ്ങനെ കണ്ണുകൊണ്ട് മതിയോളം നുകരാനായിട്ട് യശോദമ്മയ്ക്കാണ് സാധിച്ചത്. പിന്നത് ആ ഭഗവാന് ഭവന്തവലമന്തികേ പ്രഥമം ആവിബന്ധ്യാദൃശ. ആദ്യമായിട്ട് പാല് കൊടുക്കുന്നു, സന്തോഷത്തോടു കൂടിയിട്ട് മുലപ്പാൽ നൽകുന്നു. ആ സുന്ദരമായിട്ടുള്ള ആ സ്വരൂപത്തെ ഇങ്ങനെ തലോടിക്കൊണ്ടും ഒക്കെ യശോദമ്മ ലോകത്തിലെ ഏറ്റവും പുണ്യവതിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. മനോഹര തനുസ്പൃശ ജഗതി പുണ്യവന്തോജിത. പുണ്യവാന്മാർ തമ്മിലൊരു മത്സരം നടത്തുമായിരുന്നുവെങ്കിൽ അന്ന്, അല്ല ഇന്നും, അതിലേറ്റവും ഒന്നാം സ്ഥാനം ആർക്കാ കിട്ടുക? യശോദയ്ക്കാണ്. കാരണം അത്രയും പുണ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് എന്നർത്ഥം. അങ്ങനെ അപ്പോഴേക്കും യശോദമ്മയ്ക്ക് മാത്രമല്ല, നന്ദഗോപരും പരമാനന്ദത്തിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ട് ഈ സർവാൻ നന്ദയെത്തിയിട്ട് നന്ദ, എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നവനെയാണ് നന്ദെന്ന് പറയും. യശോദ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അങ്ങനെയുള്ളവർക്ക് ആ ഭഗവാനെ കിട്ടുക. വസുദേവർക്കും ദേവകിക്കും സ്വന്തമായിട്ടുള്ള ഭാഗ്യമാണ് ഇപ്പോൾ ഇവർ തട്ടിപ്പറിച്ചിരിക്കുന്നത്. ഒരു വസുദേവരും ദേവകിയും ഒക്കെ ഏകദേശം ജ്ഞാനികളുടെ അവസ്ഥയിൽ ഉള്ളവരാണ്. യശോദമ്മയും നന്ദഗോപരും ഒക്കെയോ ഭക്തൻ്റെ അവസ്ഥയിലുള്ളവരാണ്. വസുദേവർക്കും ദേവകിക്കും എല്ലാ കാര്യങ്ങളും പറയാം. ഒരുപാട് ദുഃഖങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടെങ്കിലും അതിനെ മുഴുവൻ അതിജീവിക്കാനുള്ള ഭാഗ്യം അവർക്കുണ്ടായി. യശോദമ്മയ്ക്കും നന്ദഗോപർക്കും ഇപ്പോൾ ഒന്നും അറിയില്ല. പക്ഷേ
ആ പരമാനന്ദം അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. പക്ഷെ ഒരു പ്രശ്നം അതിൻ്റെ പിന്നിലുണ്ട്. അതെന്താ? ആനന്ദത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലേക്കാണ് കുറച്ച് കാലം അവരെ എത്തിക്കുക, എന്നിട്ടോ അവരെ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് അങ്ങോട്ട് പോവുകയും ചെയ്യും. പിന്നെ നിരന്തരമായിട്ട് അവർക്ക് നീറേണ്ടി വരും. കരഞ്ഞ് 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 ഹൃദയത്തിലെ മാലിന്യങ്ങളൊക്കെ ഇല്ലാതെയാക്കുമ്പോഴാണ് ആത്മസ്വരൂപനായ ഭഗവാനെ അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ നന്ദഗോപുര ആനന്ദപരവശനായിട്ട് ഇതാ വരുന്നവർക്ക് മുഴുവൻ ദാനധർമാദികൾ ചെയ്യാൻ തുടങ്ങി. ഭഗവാൻ ഉണ്ണിക്ക് ക്ഷേമത്തിന് വേണ്ടിയിട്ടേ ദാനധർമാദികൾ ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും ബ്രാഹ്മണർക്ക് ദാനം ചെയ്യാൻ തുടങ്ങി. അതുപോലെ ഗോപന്മാർക്ക് ഇഷ്ടം പോലെ ദാനധർമാദികൾ ചെയ്യാൻ തുടങ്ങി. അവരും ഇഷ്ടം പോലെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി. വരുന്നവർ സമ്മാനങ്ങൾ കൊണ്ടുവന്ന് നിറയ്ക്കാൻ തുടങ്ങി. എന്താണ് അവർ ചെയ്യാതിരുന്നതെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ 3 ഇവിടെ മേൽപ്പത്തൂർ പറയാണ്, ഭഗവാന് മംഗളം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആ ഗോപന്മാരും ആ നന്ദഗോപരും ഒക്കെ എന്താണ് ചെയ്യാതിരുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്തു. എങ്ങനെയുള്ള ഭഗവാന് മംഗളം വരാൻ വേണ്ടിയിട്ട്? ലോകത്തിന് മുഴുവൻ മംഗളം നൽകുന്ന ഭഗവാന് മംഗളം വരാൻ വേണ്ടിയിട്ട് ഇവരെന്തൊക്കെയാണ് ചെയ്തത്? അങ്ങനെയുള്ള ഭഗവാൻ, ജഗത്രയങ്ങൾക്കും മംഗളം നൽകുന്ന ഭഗവാനെ അവിടുന്ന് എനിക്ക് എൻ്റെ രോഗങ്ങളെ മാറ്റിത്തരണേ. ജഗത്രിതയമംഗള ത്വമിഹ പാഹി മാം ആമയാൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. പിന്നെ അവിടെ ഉത്സാഹമായി നൃത്തം വയ്ക്കുകയാണ്. ഭാഗവതം പറയില്ലേ, എന്താണ്? രമാക്രീഡ അഭൂനൃപ, ലക്ഷ്മീദേവി വന്ന് കളിത്തോട്ടിലുള്ള കളിയാടാൻ തുടങ്ങി. സകല സമ്പത്ത് ഇങ്ങനെ ഒഴുകുകയാണ്. ഇത് കണ്ടപ്പോഴാണ് നന്ദഗോപര് കംസന് കരം കൊടുക്കാൻ വേണ്ടിയിട്ട് മധുരയിലേക്ക് പോയി. കംസന് കപ്പം കൊടുത്ത് തിരിച്ചു വരുമ്പോൾ ഇവിടെ പറയുന്നു മേൽപ്പത്തൊരു, ഭഗവാനെ അവിടുത്തെ അച്ഛനായിട്ടുള്ള വസുദേവരെ കണ്ടു എന്നൊക്കെ. ഇങ്ങനെയൊക്കെ ഒരാൾക്ക് കവിതയിൽ പറയാൻ കഴിയണമെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ഒരാളിനോട് അല്ലാതെ പറയാൻ കഴിയുമോ? മേൽപ്പത്തൂർ ഇങ്ങനെ ഇരിക്കുന്നു. ഗുരുവായൂരപ്പനെ ഉണ്ണിയായിട്ട് വന്ന് ഇന്നലെ അദ്ദേഹം പറഞ്ഞില്ലേ, ഉണ്ണിയായിട്ടിരുന്ന് കഥ കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ പറയുന്നത് മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന മുമ്പിൽ കാണാത്ത ഒരാളോട് ഇങ്ങനെ പറയാൻ പറ്റുമോ? ഗുരുവായൂരപ്പ അങ്ങയുടെ അച്ഛനെ കാണാനായിട്ട് പോയി നന്ദഗോപുരം. ഇങ്ങനെ അവിടെ പറയുന്നത്. തദനു ഭവൽപിത, അങ്ങയുടെ അച്ഛൻ വസുദേവര് ആ നന്ദഗോപരെ സ്വീകരിച്ചു. എന്നിട്ട് ചോദിക്കുകയാണ് എന്തൊക്കെയാ കുശല പ്രശ്നങ്ങളൊക്കെ ചോദിക്കുന്നു. എന്നിട്ട് പറയാണ്, അതെ എൻ്റെ സുഹൃത്തെ, അയി സഖേ തവ ബാലക ജന്മമാം സുഖയതേദ്യ നിജാത്മജ ജന്മവൽ. അങ്ങേക്കൊരു ഉണ്ണി ഉണ്ടായെന്ന് കേട്ടു, എനിക്ക് ഉണ്ണി ഉണ്ടായ പോലെയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സ്വീകരിക്കുന്നത്. എന്തായാലും ഇവിടെ എന്തൊക്കെയോ ചില ദുർലക്ഷണങ്ങൾ കാണാനുണ്ട്. അതുകൊണ്ട് അധികമൊന്നും ഇവിടെ നിൽക്കണ്ട, വേഗം പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞ് വേഗം പറഞ്ഞയച്ചു. നന്ദഗോപർക്കും ഗോപന്മാർക്കൊക്കെ അറിയാം വസുദേവരൊരു മഹാത്മാവാണ്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ സത്യവും. അദ്ദേഹം സത്യം പറയുന്നല്ല, സജ്ജനങ്ങൾ സത്യം പറയല്ല ഉണ്ടാവുക. പിന്നെന്താ ഉണ്ടാവുക? അവരെന്തെങ്കിലും പറഞ്ഞാൽ അത് സത്യവും. അതുകൊണ്ട് എന്തൊക്കെയോ ചില ആപത്ത് വരുന്നുണ്ട്, ദുർലക്ഷണങ്ങൾ വരുന്നുണ്ട് എന്നുള്ള വസുദേവരുടെ വാക്കനുസരിച്ച് ഭാവാത് അപായഭിയ, ഭഗവാൻ എന്ന് ഗുരുവായൂരപ്പ അങ്ങയ്ക്ക് എന്തെങ്കിലും അപായം വരുമോ എന്നുള്ള ഭയം കൊണ്ട് ദ്രുതമായയോ വേഗം പോയി. ആ സമയത്താണ് അവസരേ ഖലു തത്ര ചകാചന വ്രജപദേ മധുരാകൃതിരംഗന തരള ഷഡ്പദലാളിത കുന്തള കപടപോതകതേ നികടംഗത. അവസരേ ഖലു തത്ര ചകാചന, ഒരുവള്. ആ സമയത്താണ് ഒരുവള്. ആരാ ഒരുവള്? പൂതന, രാക്ഷസിയാണ്, ലോകബാലഘ്നിയാണ്, കുട്ടികളെ കൊല്ലുന്നു നടക്കുന്നവളാണ്. അങ്ങനെയുള്ള രാക്ഷസിയായിട്ടുള്ള പുണ്യം ഒരു ലേശം ഒട്ടും ശുദ്ധയല്ലാത്തവള്, പരിശുദ്ധയല്ലാത്തവള്, പൂതന്ന എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അങ്ങനെയുള്ള പൂതനയാണ്. ഇവിടെ ആദ്യം പറഞ്ഞില്ല, കാചന, ഒരുവള് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ.
ആ പൂതന പുറപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് നന്ദഗോകുലത്തിന് മുകളിലെത്തിയപ്പോഴാണ് അവിടെ ആകെ നൃത്തം വെക്കലും ബഹളമൊക്കെ കണ്ടപ്പോൾ എന്താ അന്വേഷിച്ചപ്പോഴാണ് ഒരു ഉണ്ണി ഉണ്ടായിട്ടുള്ള ഉത്സവമാണെന്ന് ആ കുട്ടികളെ കൊല്ലൽ ഇവിടുന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ട് പുറപ്പെട്ടു. പക്ഷെ തൻ്റെ ഈ ഭയങ്കര ശരീരമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആരും സ്വീകരിക്കില്ല. അതുകൊണ്ട് മായ കൊണ്ട് അതിമനോഹരമായിട്ടുള്ള ഒരു സ്വരൂപം സ്വീകരിച്ചുകൊണ്ട് സുന്ദരിയായിട്ട് വന്നു. അപ്പോഴാണ് കാചന ഒരുവളായിട്ട്, അതും മധുരാകൃതിരംഗന, മനോഹരാകൃതിയോട് കൂടിയിട്ടുള്ള ഒരു സുന്ദരിയായിട്ട്. പിന്നെ തരള ഷഡ്പദലാളിത കുന്തള, ഇളകുന്ന മനോഹരമായിട്ടുള്ള മുടിയാണ്. അതിൽ നിന്ന് സുഗന്ധം ഇങ്ങനെ വമിക്കുന്നുണ്ട്. ആ മുടിയുടെ സുഗന്ധം കൊണ്ട് പുഷ്പമാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വണ്ടുകൾ ഈ മുടിയുടെ ചുറ്റുമിങ്ങനെ കൂടിയിട്ടുണ്ട് അത്രേ. അപ്പം അതാണ് തരള ഷഡ്പദലാളിത കുന്തള, ഇളകുന്ന വണ്ടുകൾ ഇങ്ങനെ ഓമനിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മുടി. ആരുടെ? പൂതനയുടെ മുടി. അങ്ങനെയുള്ള ആ സുന്ദരിയായിട്ട് കപടപോതകതേ നികടങ്കത. കപടപോതക പറഞ്ഞ കള്ള കണ്ണാന്നോ കള്ള ഉണ്ണിയെന്നോ, കള്ളവേഷം കെട്ടി കിടക്കുന്ന ഭഗവാനെ, ഉണ്ണിയായി കിടക്കുന്ന ഭഗവാനെ അങ്ങയുടെ അടുത്തേക്ക് വന്നു. കപടപോതക കള്ള കുട്ടിയാണെങ്കിൽ, കള്ളക്കുട്ടി എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ പൂതനയും കള്ളവേഷം കെട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഭഗവാൻ തീരുമാനിച്ചു താനുമ്പോൾ കള്ളവേഷമാണല്ലോ. ഭഗവാന്റെ ശരിക്കും സ്വരൂപം എന്താണ്? സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. അങ്ങനെ നിഗമശതസഹസ്രങ്ങളിലൊക്കെ എന്താ പറയുന്നത്? ബുദ്ധിക്ക് പിടികിട്ടില്ല, അവാങ് മനസ്സഗോചരം, മനസ്സിന് പിടികിട്ടില്ല, കണ്ടുകൊണ്ട് കാണാൻ വഴിയില്ല, ചെവി കൊണ്ട് കേൾക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണത്. പക്ഷേ ഇവിടെ എല്ലാവർക്കും കാണാൻ പാകത്തിന് കള്ളവേഷം കെട്ടി ഒന്ന് കിടക്കുക ഉണ്ണിയായിട്ട്, എല്ലാവരും കണ്ടോട്ടെ വിചാരിച്ചുകൊണ്ട്. അങ്ങനെയുള്ള ആളുടെ അടുത്തേക്ക് പിന്നെ കള്ളവേഷം കെട്ടാതെ വരാൻ പറ്റുമോയെന്ന് അറിയില്ല. എന്തായാലും പൂതന കള്ളവേഷം കെട്ടിയിട്ട് തന്നെയാണ് വന്നത്. അങ്ങനെ വന്നു. അവിടെ എത്തിയപ്പോഴാണ് സപതി സാഹൃത ബാലകചേതന നിശിചരാന്വയജ കില പൂതന വ്രജവധൂഷ്വിഹ കേയമിതി ക്ഷണം വിമർശതീഷു ഭവന്തമുപാദതേ. ഈ ഹൃതബാലക ചേതനയാണ് പൂതന. അനവധി കുട്ടികളുടെ പ്രാണൻ എടുത്തവളാണ്, അനവധി കുട്ടികളെ കൊന്നവളാണ് ഈ പൂതന. അപ്പോൾ അതുമാത്രമല്ല, നിശിചരാന്വയജ, ഒരു രാക്ഷസ കുലത്തിൽ ജനിച്ചവളുമാണ്. അങ്ങനത്തെ ഭീകരമായിട്ടുള്ള കുലത്തിൽ ജനിച്ചവളുമാണ്. അപ്പോൾ ജന്മം കൊണ്ടും കാര്യമില്ല, പ്രവൃത്തി കൊണ്ടും കാര്യമില്ല. ജന്മം കൊണ്ടും നന്നായിട്ടില്ല. ഇനിയിപ്പോൾ ജനിച്ച ആൾക്കാർ പ്രവൃത്തി കൊണ്ട് നന്നായിട്ട് വരാറുണ്ട്, ഇത് പ്രവൃത്തി കൊണ്ടും നന്നായിട്ടില്ല. കള്ളവേഷം കെട്ടി വന്നിരിക്കുകയാണ് ആ പൂതന. ഇനി ലളിതവേഷം കെട്ടിയിട്ട് പൂതന ഗോപസ്ത്രീകളുടെ ഇടയിലേക്ക് കയറി ചെന്നപ്പോൾ ഗോപസ്ത്രീകളൊക്കെ ചോദിച്ചു, വ്രജവധൂഷു ഇയം ഇഹക. അവർക്ക് സംശയം, ആരത്? പൂതനയുടെ സുന്ദരിയായിട്ടുള്ള പൂതനയുടെ സ്വരൂപം കണ്ടപ്പോഴേ ഇത്രയും വൃത്തിയും ഇത്രയും സൗന്ദര്യമൊക്കെ നമ്മുടെ ഇടയിൽ ആർക്കും ഉണ്ടാവില്ല. ഇങ്ങനെയൊന്നും നമ്മളാരും വൃത്തിയായിട്ട് നടക്കാറൊന്നുമില്ല. കാരണം ഈ മണ്ണിലും ചളിയിലും ചാണകത്തിലും നടക്കുന്നവരാ. എത്ര വൃത്തിയായാലും ഇത്രയൊക്കെ വൃത്തിയാവുള്ളൂ. ഇവ നല്ല സുന്ദരിയായിട്ട് ആരും കണ്ടാവുന്നു നോക്കി പോകുന്ന രീതിയിൽ വന്നിരിക്കുന്നു, നല്ല വൃത്തിയായിട്ട്. ഇതാരാ എന്നൊക്കെ. വ്രജവധൂഷു ഇഹ കാ ഇയം. അപ്പൊ വ്രജവധൂഷു, ആ ഗോപസ്ത്രീകളുടെ ഇടയിൽ ഇയം ഇഹ കാ എന്നൊരു സംശയം ഉണ്ടായി. നമ്മുടെ ഇടയിൽ ഇവൾ ആരാ എന്നൊരു സംശയം ഉണ്ടായി. അങ്ങനെ അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ആരെങ്കിലും അകത്തി കടത്തി വിട്ടാൽ പറ്റില്ല, അങ്ങനെ ഒന്നും അറിയാത്ത ആൾക്കാർ വന്നിട്ട് കയറിയിരുന്നാൽ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരാ ചോദിക്കാനായിട്ട് ചില ഗോപിമാർ ചെന്നുവെങ്കിലും അവരെയൊക്കെ തട്ടി മാറ്റി പൂതന അകത്തേക്ക് പോകല് കഴിഞ്ഞു. അവരെയൊക്കെ നിഷ്പ്രഭരാക്കിയിട്ട് പൂതന അകത്തേക്ക് പോകല് കഴിഞ്ഞു. അങ്ങനെ ഈ പൂതനയാണെങ്കിൽ ലളിതഭാവ വിലാസഹൃതാത്മഭി യുവതിഭി പ്രതിരോധുമപാരിത സ്തനമസൗ ഭവനാന്ത നിഷേദുഷീ പ്രദദുഷീ ഭവതേ കപടാത്മനേ. ലളിതഭാവ വിലാസഹൃതാത്മഭി യുവതിഭി, മനോഹരമായിട്ടുള്ള ഭാവം കൊണ്ടും വിലാസം കൊണ്ടും എല്ലാവരുടെയും ഹൃദയത്തെ വശീകരിച്ച
ആ ഗോപിമാരാൽ പോലും തടയപ്പെടാൻ കഴിയാതെ, ഗോപിമാരുടെ കാര്യമാണ് പറഞ്ഞത്, നന്നായിട്ട് സംസാരിക്കാം, മനോഹരമായിട്ടുള്ള ഭാവം, വിലാസങ്ങളും ഒക്കെയുള്ള നല്ല സമർത്ഥകളായിട്ടുള്ളവരാ ഗോപിമാര്. അവര് തടയാൻ നോക്കിയിട്ട് പോലും പറ്റാതെ അവരെക്കാളും വശീകരിക്കാനുള്ള കഴിവോട് കൂടിയിട്ടാണ് പൂതന വന്നിരിക്കുന്നത്. അങ്ങനെ ഇതാ അകത്തേക്ക് കയറി ചെന്നു. ഭവനാന്ത നിഷേധുഷി, ഗൃഹത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോഴേക്ക് യശോദമ്മ വന്നിട്ടുണ്ട്, ഉണ്ണി എടുത്തോളൂ കേട്ടോ, അവനെ കിടത്തി വെച്ചിട്ടുണ്ട്, എടുത്തോളൂ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഭാഗവതം പറയും, അവിടെ ചെന്നിട്ട് ചുറ്റും നോക്കി, അവിടെ എത്തിയപ്പോൾ ഭഗവാന്റെ ദിവ്യമായ സൗന്ദര്യം കണ്ടപ്പോൾ കൊല്ലാൻ തോന്നിയില്ല അത്രേ. കൊല്ലണ്ട വിചാരിച്ചിട്ട് പോരാൻ ഭാവിച്ചു. അപ്പോഴാണ് ഭഗവാൻ അപ്പം തന്നെ കണ്ണടച്ച് കിടക്കുകയും ചെയ്തു. തൻ്റെ മനോഹരമായിട്ടുള്ള കണ്ണുകൾ കാണിച്ചു കൊടുക്കാൻ നിന്നില്ല. അത് കാണാനുള്ള ഭാഗ്യം ഇവൾക്കില്ല. അതുകൊണ്ടാണ് കണ്ണ് കാണിച്ചു കൊടുക്കാൻ നിന്നില്ല, കണ്ണടച്ച് കിടന്നു. ഈ കണ്ണടച്ച് കിടന്നാൽ കളവാണോ? ഉറക്കമില്ലാത്ത ആൾ കണ്ണടച്ച് കിടന്ന കളവാണ്. ഭഗവാൻ ഉറക്കമുണ്ടോ? ഭഗവാൻ ഉറങ്ങിയവന് ലോകം ഉണ്ടാവൂ. അതുകൊണ്ട് തന്നെ കണ്ണടച്ച് കിടക്കുകയുണ്ടായത്. അപ്പോൾ കൊല്ലണ്ടാന്ന് വിചാരിച്ച് തിരിച്ചു പോകാൻ ഭാവിച്ചപ്പോഴാണ് കംസന്റെ വാളിൻ്റെ മൂർച്ച ഓർമ്മ വന്നത്. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് വന്ന് ഭഗവാൻ എടുക്കുകയുണ്ടായത്. ഏതുപോലെയാണ് ഭഗവാൻ എടുത്തത്? സന്ധ്യാസമയം അല്ലെങ്കിൽ രാത്രി സന്ധ്യയ്ക്ക് ഇങ്ങനെ ഇരുട്ടി തുടങ്ങിയിരിക്കുന്ന സമയത്ത് വീടിൻ്റെ മുമ്പിലേക്ക് എത്തിയപ്പോഴാണ് വീടിൻ്റെ മുമ്പിൽ നല്ലൊരു കയറ് കിടക്കുന്നു. വീട്ടിൽ കയറിന് ക്ഷാമമൊന്നുമില്ല, നല്ലത് കണ്ടെടുക്കുക, അങ്ങനെ സ്വഭാവമുണ്ട്. അങ്ങനെ ആ കയറാണ് എടുത്തപ്പോഴാണ് മനസ്സിലായത് പാമ്പാണെന്ന്. കയറെന്ന് വിചാരിച്ച് പാമ്പിനെ എടുക്കുന്ന പോലെയാണ് ഭഗവാനെ എടുത്ത് മടിയിൽ വെച്ചത്. മടിയിൽ വെച്ച് സ്തനം പ്രദദുഷി ഭവതേ കപടാത്മനേ. സ്തനം പ്രദദുഷി, സ്തനം കൊടുക്കുന്നു, പാല് കൊടുക്കുന്നു, മുലപ്പാല് കൊടുക്കുന്നു. ഭഗവാനാണെങ്കിൽ കുറച്ചിങ്ങനെ ദേഷ്യം വന്നു അത്രേ. ബാലകരോചനരോഷിത, ബാലകലോപനരോഷിത, അനവധി കുട്ടികളെ കൊന്നവളാണ് ഇവളെ എന്നുള്ള ദേഷ്യം ഭഗവാന് കുറച്ചുണ്ടായി. ആ ദേഷ്യത്തോട് കൂടിയിട്ട് കുറച്ച് മടിയിലാണ് കയറിയിരുന്നപ്പോൾ സ്തനം കൊടുത്തപ്പോൾ ഒരു സംശയമില്ലാതെ കണ്ണടച്ചുകൊണ്ട് തന്നെ രണ്ട് കൈ കൊണ്ടും പൊത്തിപ്പിടിച്ച് അങ്ങനെ വലിച്ചു കുടിക്കാൻ തുടങ്ങി. ആ രാക്ഷസിയെ, പർവ്വതം പോലെയുള്ള രാക്ഷസിയുടെ മാറത്ത് കിടന്നിട്ടേ രണ്ട് കൈ കൊണ്ടും സ്തനം അങ്ങനെ വലിച്ചു കുടിക്കാൻ തുടങ്ങിയെന്ന്. അങ്ങനെ വലിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോഴേ ഭാഗവതത്തിൽ കാണാം, ഇവളുടെ ഉള്ളിൽ എന്താണ് നല്ലത് നോക്കുമ്പോ എന്താ ഇവള് കൊണ്ടു തന്നത്? കാളകൂട്ട വിഷമാണ്. കാളകൂട്ടം വിഷം പുരട്ടിയ സ്ഥാനാണ് ഭഗവാന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയ്യേ, ഇവള് ഇവിടെ വന്നിട്ട് എനിക്കെന്താ തന്നത്? വിഷം തന്നുല്ലോ. ഇവിടെ വന്നിട്ട് എനിക്ക് ഒന്നും തരാത്തവരുണ്ട്, ഇവള് വിഷങ്ങൾ തന്നുല്ലോ വിചാരിച്ചുകൊണ്ട് വിഷം എടുത്തു. അതുമാത്രമല്ല, വിഷം കൊണ്ടുവരുമ്പോൾ തന്നെ ഭഗവാൻ ഒന്ന് മനസ്സിരുത്തിയായിരുന്നു അത്രേ. ഈ വിഷം കൊണ്ടുവരുമ്പോഴാണ് കണ്ണടച്ച് കിടന്നത്. കാരണം വിഷമാണ് കൊണ്ടുവരുന്നതെന്ന് ഭഗവാന് നേരിട്ട് അറിയാം. പക്ഷേ ഈ വിഷത്തിന് സ്വാദ് അറിയില്ല അത്രേ. അറിയോ? ഇവിടെ എന്താ പ്രധാനപ്പെട്ട നിവേദ്യം? വെണ്ണ നിവേദ്യ, പാൽപ്പായസ നിവേദ്യ. അവിടെ എന്താ? അവിടെ അവിൽ നിവേദ്യ. ഇവിടെ എന്താ? എന്ത് പായസ? കടുംപായസമാണ് നിവേദ്യം. ഇവിടെ എന്താ? ഇവിടെ മലരാണ് നിവേദ്യം. ഇവിടെ എന്താ? ഇങ്ങനെ അപ്പം നിവേദ്യം. അങ്ങനെ പലതുണ്ട്. ഇവിടെ എത്തിയ ഇവിടെ വിഷ. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു നിവേദ്യം എവിടെ ഉണ്ടായിട്ടില്ല. വിഷം നിവേദ്യം അങ്ങനെ കേട്ടിട്ടില്ല. ഭഗവാനാണെങ്കിൽ കഴിച്ച് സ്വാദും അറിയില്ല. ഇവളാണെങ്കിൽ വിഷം കൊണ്ടുവരിക. അപ്പം എന്താ വേണ്ടത്? സംശയം. ഇങ്ങനെ സംശയമായപ്പോഴാണ് പണ്ട് വിഷം കഴിച്ചൊരാളുണ്ട്. അതാരാ? മഹാദേവൻ. വേഗം മഹാദേവനെ വിളിച്ചു ചോദിച്ചു, അതെ ഇവിടെ വിഷം കൊണ്ട് വരുന്നുണ്ട് ഒരാളെ, എന്താ വേണ്ടത്? മഹാദേവൻ അവിടുന്ന് പറഞ്ഞു, ഞാൻ കഴിച്ചിട്ടൊന്നും കുഴപ്പമുണ്ടായിട്ടില്ല, ധൈര്യമായിട്ട് കഴിച്ചോളൂ പറഞ്ഞു. അവിടുന്ന് വിവരം കിട്ടി. കണ്ണടച്ച് വിളിച്ചു ചോദിച്ചതായിരിക്കാം ചിലപ്പോൾ. അങ്ങനെ വിവരം കിട്ടി. അങ്ങനെ ഉത്സാഹമായിട്ട് കിടക്കുമ്പോഴാണ് തന്നെ വന്ന് വാരി എടുത്തത്, വിഷം തന്നത്. അപ്പോഴാ വിഷം അങ്ങോട്ട് കഴിക്കാൻ തീരുമാനിച്ചു. നോക്കുമ്പോൾ വിഷം പോട്ടെ, നല്ലത് വലുതുണ്ടോ നോക്കുമ്പോഴാണ് ശുദ്ധമായിട്ട് പ്രാണനിരിക്കുന്നു. പ്രാണൈ സമം, പ്രാണനെ അങ്ങോട്ട് വലിച്ച് കുടിക്കാൻ തുടങ്ങി.
പ്രാണങ്ങളോട് അസുഭിസമം അസുഭിരേവ സമം ധയതി ത്വയി. അസു എന്ന് പറഞ്ഞാൽ കാറ്റ് തന്നെ, പ്രാണൻ തന്നെ. അസുഭി പ്രാണങ്ങളോട് കൂടിയിട്ട്, പ്രാണത്തെ പഞ്ചപ്രാണന്മാരെ ശുദ്ധമായിട്ട് ആണെന്ന് മനസ്സിലാക്കി അസുഭിക്കളെ അല്ലെങ്കിൽ പ്രാണങ്ങളെ, അസുഭി എന്ന് പറഞ്ഞ പ്രാണങ്ങളോട് കൂടിയിട്ട് വലിച്ചു കുടിക്കാൻ തുടങ്ങി. പ്രാണനങ്ങോട്ട് പോകുമ്പോൾ അതിഭയങ്കരമായിട്ടുള്ള വേദനയാണ്. അപ്പോഴാണ് പൂതന സാ മുഞ്ച മുഞ്ചാലമിതി പ്രഭാഷിണി, മതി മതി വിടു വിടു എന്നൊക്കെ കരഞ്ഞു. ഭഗവാൻ ഒരാളെ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പിടിവിടാറില്ല. പിടിക്കാൻ ബുദ്ധിമുട്ടാണ്, വഴി പോണവരൊന്നും പിടിക്കാറൊന്നുമില്ല. വളരെ മനസ്സിരുത്തിയിട്ട് നോക്കിയിട്ട് മാത്രമേ, അനവധി ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഒരാളെ കൊണ്ടുവരാറുള്ളൂ, പിടിക്കാറുള്ളൂ. പക്ഷെ പിടിച്ചു കഴിഞ്ഞാൽ പിടിവിടാറില്ല എന്ന് ഉറപ്പാണ്. ഇതിവിടെ വന്നിട്ട് തന്നെ ഇങ്ങോട്ട് വന്ന് എടുത്തിട്ട് എന്നിട്ട് പറയുകയാണ് വിടു വിടു എന്ന്. എന്തായാലും ഭഗവാൻ തീരുമാനിച്ചു അത്രേ, ഈ മതി മതി വിടു വിടു എന്നൊക്കെ പ്രാർത്ഥിച്ചില്ലേ. അപ്പം അതുകൊണ്ട് തൻ്റെ മുമ്പിൽ വന്ന് എന്ത് പ്രാർത്ഥിച്ചാലും അവർക്ക് ഫലം കൊടുക്കുക എന്നുള്ള കാര്യം ഭഗവാന് നിർബന്ധമാണ്. ഫലം കൊടുക്കാൻ തീരുമാനിച്ചു. മതി മതി, ഈ സംസാര ദുഃഖം മതി, സംസാര ജീവിതം മതി, മുഞ്ച മുഞ്ച ഒക്കെ ഭാഗവത്തിൽ പറയുന്നതാ. മുഞ്ച മുഞ്ച എന്നൊക്കെ നാരായണീയത്തിൽ തപ്പിയിട്ട് കാര്യമില്ല. അപ്പോൾ മുഞ്ച എന്ന് പറഞ്ഞാൽ മോക്ഷം. മോക്ഷം എന്നുള്ള വാക്കും ഈ മുഞ്ച് ധാതു എന്നുണ്ടായതാണ്. വിടു വിടു, മോചിപ്പിക്കൂ മോചിപ്പിക്കൂ, മോചനം എന്നുള്ള വാക്കും മോചിപ്പിക്കൂ എന്നുള്ള വാക്കും ധാതു ഒന്നാണ്. അപ്പോൾ മോക്ഷം കൊടുക്കാൻ തീരുമാനിച്ചു പൂതനയ്ക്ക്. ഈ സംസാര ദുഃഖത്തിൽ നിന്ന് മോചനം കൊടുക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ആ പ്രാണനോട് കൂടിയിട്ട് വലിച്ചെടുത്തത്. അതാ പാർവതം പോലുള്ള വേദന സഹിക്കാൻ കഴിയാത്ത അതിഭീകരമായ സ്വരൂപത്തോട് കൂടിയിട്ട് പൂതന അവിടുന്ന് കുറച്ച് വേണ്ടി എണീറ്റ് കണ്ട് ഓടി, രാക്ഷസീ രൂപം സ്വീകരിച്ചുകൊണ്ട് ഓടി മലന്നടിച്ചാണ് വീണു. ദൂരെ പോയിട്ട് ആ പോയ വഴി കാണാം, വൃക്ഷങ്ങളൊക്കെ കടപുഴക്കി എറിഞ്ഞ് കെട്ടിടങ്ങളൊക്കെ തട്ടിക്കളഞ്ഞുകൊണ്ട് മലന്നടിച്ച് പോയിട്ട് വീണിരിക്കുന്നു പൂതന. ആ അമ്പാടിയിലെ അതിഭയങ്കരമായിട്ടുള്ള ശബ്ദമൊക്കെ കേട്ട് സംഭ്രമിച്ച് ഗോപിമാരെ കൂടി ഓടി വന്നു. അവരെയൊക്കെ നോക്കുമ്പോൾ പൂതന ഇങ്ങനെ കിടക്കുന്ന, രാക്ഷസി ഇങ്ങനെ കിടക്കുന്നുണ്ട്. കണ്ണൻ എവിടെ? അതിൻ്റെ മുകളിൽ പൊത്തി പിടിച്ച് കയറിയപ്പോഴാണ് കണ്ണൻ പൂതനയുടെ മാറത്ത് കിടക്കുന്നുണ്ട്. ആവൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് ഓടി വന്ന് കണ്ണനെ എടുത്ത് താഴത്ത് കൊണ്ടുവന്നു. അവർക്ക് അപ്പോഴാണ് ഭയം ഉണ്ടായത്. ഈ രാക്ഷസിയുടെ മുകളിലേക്ക് പൊത്തി പിടിച്ച് കയറിയില്ലേ, അപ്പം നമുക്ക് ഭയം ഉണ്ടായില്ല. കണ്ണനെ എടുക്കാനുള്ള ആവേശം കൊണ്ട് ഭയം ഉണ്ടായില്ല. അവർ വേഗം ഈ കണ്ണന് വല്ല ഭയവും പറ്റിയിട്ടുണ്ടാവോ ഈ ഉണ്ണിക്ക്, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും മന്ത്രവാദം ചെയ്യണ്ടേ. അവൻ്റെ ഒക്കെ ചില മന്ത്രവാദമൊക്കെ ഉണ്ടായി. എന്താ മന്ത്രവാദം? ഗോമൂത്രേണ സ്നാപയിത്വ, ഗോമൂത്രം കൊണ്ട് കുളിപ്പിക്കുക, ചാണകം കൊണ്ട് തൊട്ട് ജപിക്കുക, അങ്ങനെയൊക്കെ ഒക്കെ ഉണ്ടായി. ഭുവനമംഗള നാമഭിരേവതേ യുവതിഭി ബഹുധാ കൃതരക്ഷണ. ഭുവനമംഗള, ഈ ഭുവനത്തിന് മംഗളം നൽകുന്നവനെ. ഗുരുവായൂരപ്പനാണ് ലോകത്തിന് മംഗളം നൽകുന്നത്. ആ ഭഗവാന് വേണ്ടിയിട്ട്, ഭഗവാന് മംഗളം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീകളെ അനവധി തവണ തിരുനാമം കൊണ്ട് മംഗളം രക്ഷയൊക്കെ ചെയ്തു അത്രേ. കൃതരക്ഷണ, നാമഭീകൃതരക്ഷണ. ഭഗവാന്റെ തിരുനാമങ്ങളെ തൊട്ട് ജപിക്കാൻ ആദ്യം ഈ നാമം ജപിച്ച് ഗോമൂത്രം കൊണ്ട് കുളിപ്പിക്കലും, പിന്നെ നാമം ജപിച്ച് ചാണകം തൊടലും, പശുവിൻ്റെ കുളമ്പിൻ്റെ അടിയിൽ നിന്ന് മണ്ണെടുത്ത് തൊട്ട് ജപിക്കലും, അങ്ങനെ കുറേ മന്ത്രവാദങ്ങളൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് വീണ്ടും ഓരോരുത്തരായിട്ടും വാരിയെടുത്ത് ഭഗവാന്റെ നാമങ്ങൾ ഓരോന്നും ജപിച്ചുകൊണ്ട് മാർത്ത് ചേർത്ത് വെച്ച് ജപിക്കാൻ തുടങ്ങി. അവ്യാദജോഘ്രിമണിമാം സ്തവജാന്വഥോരു യജ്ഞോച്യുതക്കടിതടം ജഠരം ഹയാസ്യ ഹൃൽകേശവസ്തു ദുരൈശൈനസ്തു കണ്ഠം വിഷ്ണുർഭുജം മുഖമുരുക്രമ ഈശ്വരക്കം എന്നൊക്കെ തുടങ്ങുന്ന കുറേ നാമങ്ങൾ. ആ നാമങ്ങൾ ജപിച്ച് ഉണ്ണിക്കണ്ണൻ്റെ ഓരോ ദേഹഭാഗത്തും തൊട്ട് രക്ഷിക്കണേ 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 എന്ന് പ്രാർത്ഥിക്കുന്ന ഭുവനമംഗള നാമഭിരേവതേ, നാമങ്ങളെ കൊണ്ട് രക്ഷകളൊക്കെ ചെയ്തു ആര്? ഗോപിമാര്. അങ്ങനെയുള്ള ഭഗവാനെ, ആ ഞങ്ങളുടെയും വാദനാഥനായിട്ടുള്ള ഭഗവാനെ അവിടുന്ന് ഞങ്ങളുടെയും
രോഗങ്ങളൊക്കെ തീർത്ത് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെയും രോഗങ്ങളെ തീർത്തിട്ട് അനുഗ്രഹിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് മേൽപ്പത്തൂരും. എന്തായാലും വസുദേവര് പറഞ്ഞ വാക്ക് കേട്ടിട്ടാണ് നന്ദഗോപര് ഓടി വരുന്നത്. എന്താ വസുദേവര് പറഞ്ഞത്? വസുദേവൻ എന്താ പറഞ്ഞേ? എന്തോ ചില ആപത്ത് വരാൻ പോകുന്നുണ്ട്, വേഗം പൊക്കോളൂ എന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് പരിഭ്രമിച്ച് ഓടി വന്നു. അതിനെ ഓടി വന്ന് നോക്കുമ്പോഴാണ് ഇവിടെ ആപത്ത് വന്ന് പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അവിടെ നോക്കുമ്പോൾ തിരിച്ചു വന്നപ്പോഴാണ് പൂമ്പില്ലാത്തൊരു സാധനം ഇവിടെ കിടക്കുന്നുണ്ട്. വലിയൊരു സാധനം കിടക്കുന്നുണ്ട്. പറഞ്ഞാൽ വലിയ പർവ്വതം പോലെ രാക്ഷസി ഇതാ വീണ് കിടക്കുന്നു. അവര് നിശമ്യ ഗോപീവചനാദുദന്തം, അവർ കേട്ടു, വർത്താനങ്ങളൊക്കെ കേട്ടു, കഥയൊക്കെ കേട്ടു. ഗോപിമാരുടെ വാക്കുകളിലൂടെ ഒരു സ്ത്രീ വന്നു, ഇതാ കണ്ണനെ പാല് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്കും അവള് എണീറ്റ് ഓടി ഇതാ രാക്ഷസിയിൽ കിടക്കുന്നു പറഞ്ഞാൽ ഏകദേശം അവർക്ക് പറയാൻ പറ്റുന്ന പോലെയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടാവും. എങ്ങനെയാ പറഞ്ഞതെന്ന് അവരോട് ചോദിക്കണം. എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ട് എല്ലാവർക്കും അത്ഭുതമായി. എല്ലാവരും വീണ് നമസ്കരിച്ചു. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ ഉണ്ണിക്ക് ആവത്തൊന്നും ഉണ്ടായില്ല. വസുദേവർ പറഞ്ഞത് സത്യമായി എന്നൊക്കെ എല്ലാവരും പറയാൻ തുടങ്ങി. അങ്ങനെ ഇതാ ഈ ശരീരം അങ്ങനെ വെറുതെ ഇട്ടാൻ പറ്റില്ലല്ലോ, വേഗം വരിക എന്ന് പറഞ്ഞുകൊണ്ട് ഘോര പിശാച ദേഹം കുഠാരകൃത്തം. കുഠാരം എന്ന് പറഞ്ഞാൽ മഴുവൊക്കെ എടുത്ത് വെട്ടി നുറുക്കി കഷ്ണമായിട്ട് കൊണ്ടുപോയിട്ട് ദൂരെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ദഹിപ്പിക്കാൻ തുടങ്ങി. ദൂരെ ദേഹുർ വിദൂരെ വളരെ ദൂരെ കൊണ്ടുപോയിട്ട് ആ ദേഹത്തെ ദഹിപ്പിക്കാൻ തീരുമാനിച്ചു. അവർ തീയിലിട്ടു. ഇത്ര ദൂരെ കൊണ്ടുപോയിട്ട് ദഹിപ്പിക്കാൻ കാരണം എന്താ? ദുർഗന്ധം വരും. രാക്ഷസിയാണ്, രക്തം മാത്രം കുടിക്കുന്നവളാണ്, മാംസവും രക്തവും മാത്രം കഴിക്കുന്നവളാണ്. അതുകൊണ്ട് ദൂരെ കൊണ്ടുപോയിട്ട് ദഹിപ്പിക്കാന്ന് വിചാരിച്ചുകൊണ്ട് ദൂരെ കൊണ്ടുപോയിട്ട് അവർ ദഹിപ്പിക്കുന്നു. ഗോപന്മാരെ കൂടിയിട്ട് എല്ലാവരും മൂക്ക് പൊത്തിയിട്ടുണ്ടാവും. ഇത്ര ദൂരെ കൊണ്ടുപോയിട്ട് ദഹിപ്പിച്ചാലും ദുർഗന്ധം വരുന്ന ഉറപ്പുണ്ടാവും അവർക്ക്. പക്ഷെ ഇവിടെ എന്താ ഉണ്ടായത്? എത്ര മൂക്ക് പൊത്തിയിട്ട് ഇങ്ങനെ തുളച്ചു കയറിയാത്ര സുഗന്ധം. ത്വൽപീതപൂതസ്തനതശരീരാൽ സമുച്ചലന്നുച്ചതരോഹി ധൂമ. ആ കിം ചാന്ദന സുഗന്ധന വന്നപ്പോഴേ ചന്ദനത്തിൻ്റെ ആണോ അത്? ഗൗൽഗുലവോധവേതി ഗുൽഗുലുവിൻ്റെ ആണോ? അഖിലിൻ്റെ ആണോ? നല്ല സുഗന്ധം. അതൊന്നും ആവില്ല. അതിനേക്കാളും ചന്ദനത്തിലൊക്കെ ഇത്രയേ ഉള്ളൂ. അതിനേക്കാളും സുഗന്ധം ഇങ്ങനെ തുളച്ച് കയറുക അത്രേ. അതായത് എന്താ ഉണ്ടായത്? ഭഗവാൻ ആ പൂതനയുടെ സ്ഥാനം പോയിട്ട് കുടിച്ചില്ലേ? ആ ഭഗവാന്റെ പ്രസാദമായതോടു കൂടിയിട്ട് അത് കത്തിച്ചപ്പോഴേക്കും അത് സുഗന്ധം വരാൻ തുടങ്ങി. അഥവാ ഭഗവാൻ അവൾക്ക് മോക്ഷം കൊടുത്തു. മോക്ഷം കിട്ടിയ ആളുടെ ദേഹത്തുനിന്ന് സുഗന്ധം വന്ന പോലെ അത്ഭുതം ഉണ്ടോ? ദേഹം കത്തിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അവൾക്ക് മോക്ഷം കൊടുക്കാനുണ്ടായത്, അതുകൊണ്ടാണ് സുഗന്ധം വന്നത്. സംശയമുണ്ടോ? മേൽപ്പത്തൂർ പ്രഖ്യാപിക്കുക അടുത്ത വരിയിലൂടെ. സംശയമുണ്ടോ? മദംഗസംഗസ്യ ഫലം. ഒരു മുദ്രാവാക്യം വിളിക്കുക അത്രേ. അങ്ങനെ ഭഗവാൻ മുദ്രാവാക്യം വിളിച്ചു ഇങ്ങനെ സുഗന്ധമായിട്ട് ഇങ്ങനെ ചുറ്റും നടക്കുകയാണ്. എന്ത്? മദംഗസംഗസ്യ ഫലം ന ദൂരേ, മദംഗസംഗസ്യ ഫലം ന ദൂരേ. എന്താ? ഫലം ന ദൂരേ, ഫലം ദൂരെ അല്ല. എന്തിൻ്റെ ഫലം? മദംഗസംഗസ്യ, എൻ്റെ അംഗവുമായിട്ടുള്ള സംഘത്തിൻ്റെ ഫലം ദൂരെയല്ല. എന്നും തൊട്ട് കഴിഞ്ഞാൽ ഫലം ദൂരെയല്ല. ഗുരുവായൂരപ്പനെയൊക്കെ അങ്ങനെ പോയിട്ട് തൊടാൻ പറ്റുമോ? അമ്പലത്തിൽ പോയി അകത്ത് കിടക്കാൻ തന്നെ ബുദ്ധിമുട്ട്. അകത്ത് കിടന്നിട്ട് ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്കാണ് ചാടിക്കയറി ഗുരുവായൂരപ്പനെ തൊടുക. പറ്റുമോ? പിന്നെ എങ്ങനെയാ? മദംഗസംഗസ്യ ഫലം ന ദൂരേ. എൻ്റെ ഏതെങ്കിലും ഒരു അംഗത്തെ തൊട്ടാൽ മതി. മുഴുവൻ തൊടുന്നും വേണ്ട, ഏതെങ്കിലും ഒരു ഭാഗത്ത് തൊട്ടാലും മതി. ഫലം ഉടനെയാണ്. ഇതാ ഭാഗവതമായിട്ട് നാരായണീയമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. ഭാഗവതമായിട്ട് ഭാഗവതസാരമായിട്ടുള്ള നാരായണീയമായിട്ട് നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുക. അപ്പം എന്നെ തൊട്ട് കഴിഞ്ഞാൽ ഫലം ന ദൂരേ. മദംഗസംഗസ്യ ഫലം ന ദൂരേ. എൻ്റെ അംഗത്തെ തൊട്ട് കഴിഞ്ഞാൽ ഫലം ഉടനെയാണ് എന്നിങ്ങനെ മുദ്രാവാക്യം വിളിച്ച് ഭഗവാൻ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. എന്നിങ്ങനതാ എന്നെ തൊട്ട് കഴിഞ്ഞാൽ ഞാനുമായിട്ടുള്ള എൻ്റെ നേരിട്ട് സംസർഗമൊന്നും വേണ്ട, എൻ്റെ സംസർഗമുള്ളവരെ തൊട്ടാൽ മതി. അവർക്ക് തന്നെ ഫലം അകലെയല്ല, നിങ്ങൾക്കും ആ ഫലം ഉടനെ തന്നെ ഉണ്ടാവും, ഉടനെ തന്നെ സിദ്ധിക്കും എന്നിങ്ങനെ ആ പരിശുദ്ധങ്ങളായിട്ടുള്ള ഗോപന്മാരോട്, യോഗ്യന്മാരായ ഗോപന്മാരോട് ഉറക്കെ പറയുകയാണ്, തോന്നുമാറാണ് ഭഗവാൻ ആ പൂതനയെ സൗരഭ്യമുള്ളവളാക്കിയിട്ട് മാറ്റിയത്. ദുഷ്ടയായിരുന്നു എങ്കിലും ദേഹം അങ്ങനെ കത്തിക്കുമ്പോഴേ ഈ സുഗന്ധം അങ്ങനെ ഒഴുകി വന്നുകൊണ്ട് ആ പൂതനയെ ശുദ്ധയാക്കി തീർത്തത്, പൂതനയ്ക്ക് മോക്ഷം കൊടുത്തത് എന്നർത്ഥം. വല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ, ജഗദീശ്വരനായിട്ടുള്ള ഭഗവാൻ വന്നിട്ട് അങ്ങോട്ട് വാരി എടുത്തപ്പോൾ പൂതനയുടെ ദേഹത്തിലെ ഭഗവാന്റെ പാദങ്ങളൊക്കെ തട്ടിയിട്ടുണ്ടാവും. തുടകളിൽ, ചിലപ്പോൾ ഉദരത്തിൽ, ചിലപ്പോൾ സ്തനത്തിലൊക്കെ തട്ടിയിട്ടുണ്ടാവും പാദമൊക്കെ. എങ്ങനെയുള്ള പാദം? തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ യോഗീന്ദ്രാണാം ത്വദംഗേഷു അധിക സുമധുരം മുക്തിഭാജാം നിവാസോ. ഇവിടുന്ന് ദേഹം വെടിഞ്ഞു പോയിട്ടുള്ള മഹാത്മാക്കളൊക്കെ എത്തിച്ചേരുന്ന സ്ഥാനമായിട്ടുള്ള ഭഗവാന്റെ പാദമൂലത്തിൽ, ആ പാദമൂലം കൊണ്ട്, ആ പാദം കൊണ്ടൊക്കെ സ്പർശം കിട്ടിക്കഴിഞ്ഞാൽ പദ്ഭ്യാം ഭക്തഹൃദിസ്ഥാഭ്യാം വന്ദ്യാഭ്യാം ലോകവന്ദിതൈ അംഗവ്യസ്യ സമാക്രമ്യ ഭഗവാനപി വത്സ്തനം. അങ്ങനെയൊക്കെ ഭഗവാന്റെ പാദസ്പർശം കിട്ടിയ പൂതനയ്ക്ക് സദ്ഗതി കിട്ടിയതിലെ എന്ത് അത്ഭുതമുള്ളത്! ആശ്ചര്യം. അവിടുത്തെ ഗോപിമാരൊക്കെ അന്ന് ഗോപന്മാരൊക്കെ പറഞ്ഞു, ആശ്ചര്യം, ചിത്രം വിഷാച്യ നഹതകുമാര. ഈ എന്തോ ഭാഗ്യം, ഈ രാക്ഷസി നമ്മുടെ ഉണ്ണിയെ കൊന്നില്ലല്ലോ, ആശ്ചര്യം. ഇത് വസുദേവര് നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണല്ലോ, അതും അത്ഭുതം തന്നെ എന്നിങ്ങനെ പ്രശംസിച്ചുകൊണ്ടാണ് ഗോപന്മാരെല്ലാവരും ആ ഉണ്ണിക്കണ്ണൻ്റെ മുഖം കണ്ട് നോക്കി രസിച്ചുകൊണ്ട് എല്ലാം മറന്നുകൊണ്ട് അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ആ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് ദിവസക്കണക്കിന് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്ത് ലക്ഷ്മി, ഐശ്വര്യങ്ങൾ ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. ഭവന്നിവാസാദൈ വാസുദേവ. ആ ഭഗവാന്റെ, വാസുദേവന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, ആ ഭഗവാനെ നമ്മുടെ ഹൃദയത്തിൽ രണ്ട് വാരി എടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ സകല ഐശ്വര്യങ്ങളുണ്ടാവും എന്നൊക്കെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ദിവ്യമായ ആനന്ദം വാരി വിതറിക്കൊണ്ടാണ് ഭഗവാന്റെ ദിവ്യലീലകൾ. എങ്ങനെയെങ്കിലും ഗൃഹകൃത്യങ്ങൾ കഴിച്ചിട്ടാണ് ഓടി വരിക ഗോപന്മാര് ഗോപിമാരൊക്കെ കണ്ണനെ കാണാൻ വേണ്ടിയിട്ട്. ആ ഭഗവാന്റെ മനോഹരമായിട്ടുള്ള ആകൃതി ഒന്ന് കാണാൻ, പുഞ്ചിരി ഒന്ന് കാണാൻ ഒക്കെ വരും. എല്ലാം യശോദമ്മ അങ്ങനെ വാരി എടുത്തു പോയി ഉമ്മ വയ്ക്കുന്നു, പാല് കൊടുക്കുന്നു, കൊഞ്ചിക്കുന്നു, കുളിപ്പിക്കുന്നു. ഇതൊക്കെ കണ്ടു നിൽക്കുക ഗോപിമാര്. അവർക്ക് നല്ല മോഹമുണ്ട് എന്ത് ഇതൊക്കെ ചെയ്യണമെന്ന്. പക്ഷെ ചെറിയ കുട്ടി ഇങ്ങനെ കൈമാറി കൊണ്ടുപോയി കഴിഞ്ഞാൽ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടല്ലോ. അതുകൊണ്ട് എങ്ങനെയാ ചോദിക്കാന്ന് വിചാരിച്ചുകൊണ്ട് അവർ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഒരു ഗോപി ഒരു സൂത്രം പ്രയോഗിച്ചു നോക്കി. യശോദമ്മ കണ്ണനെ വാരിയെടുത്ത് ഇങ്ങനെ കൊഞ്ചിക്കുന്ന ഉമ്മ വയ്ക്കുന്ന കണ്ടപ്പോൾ പതുക്കെ 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 അടുത്ത് തന്നു. എന്നിട്ട് പറഞ്ഞു, അഹോ കുമാരോ മൈദത്ത ദൃഷ്ടി സ്മിതം കൃതം മാം പ്രതിവത്സകേന ഏഹ്യേഹി മാമിത്യുപസാര്യപാണി ത്വയീശ കിം കിം ന കൃതം വധൂഭി. പതുക്കെ യശോദമ്മയുടെ അടുത്ത് തന്നിട്ട്, അഹോ കുമാരോ മൈദത്ത ദൃഷ്ടി. യശോദമ്മേ, ഈ ഉണ്ണി എന്നെ നോക്കി. യശോദമ്മ പറഞ്ഞു, അയ്യോ ഒന്നും ആയിട്ടില്ല, നോക്കാറൊന്നും ആയിട്ടില്ല, എത്ര ദിവസമല്ലേ ആയിട്ടുള്ളൂ, അങ്ങനെ നോക്കാറൊന്നും ആയിട്ടില്ല. അപ്പോഴേക്കും ഞാൻ കണ്ടതാ, അയ്യോ അഹോ കുമാരോ മൈദത്ത ദൃഷ്ടി. നോക്കുക മാത്രല്ല, സ്മിതം കൃതം മാം പ്രതിവത്സകേന, എന്നെ നോക്കിയിട്ട് ചിരിച്ചു എന്ന് മാത്രല്ല, ഏഹി ഏഹി ഏഹ്യേഹി മാമിത്യുപസാര്യപാണി, ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗോപി കൈ നീട്ടി. ഒറ്റ ചാട്ടം. അപ്പോൾ ആ ഗോപിയുടെ കയ്യിലേക്ക് യശോദമ്മ, ഞാൻ വിചാരിച്ചു ഇത്രയൊന്നും ആയിട്ടില്ല എന്ന്, ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ എന്നുള്ള ഭാവത്തിലാ. എന്തായാലും ആ ഗോപി എടുത്തു കൊണ്ടുപോയി.
കുളിപ്പിക്കാനും അല്ലെങ്കിൽ കളിപ്പിക്കാനും കൊഞ്ചിക്കാനൊക്കെ തുടങ്ങി കുറച്ച് നേരം ആ മോഹം സാധിപ്പിച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ഗോപി വന്നിട്ട്, അഹോ കുമാരോ മയി ദത്ത ദൃഷ്ടി സ്മിതം കൃതം മാം പ്രതിവത്സകേന ഏഹ്യേഹി മാമിത്യുപസാര്യ പാണി. ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും എന്ന് കൈ നീട്ടും. അപ്പോൾ ആ ഗോപിയുടെ കയ്യിലേക്ക് ചാടും. ത്വയീശ കിം കിം ന കൃതം വധൂഭി. ഗുരുവായൂരപ്പ, അങ്ങേ ചൊല്ലിയിട്ട് ഈ ഗോപിമാര് എന്തൊക്കെ ഇതുപോലെ കാട്ടിയത്? ഇങ്ങനെ ആ ഗോപിമാരുടെ കൈകളിലൂടെ പറന്നു നടക്കുകയാണ് ഭഗവാൻ. ആരാ ഭഗവാൻ? വേദവേദ്യനായിട്ടുള്ള നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം, എത്രയോ വേദങ്ങളിൽ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ മഹിമയാണ് പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭഗവാനാണ് ഇപ്പോൾ ഇതാ ഇങ്ങനെ പറന്നു നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഇടയ സ്ത്രീകളുടെ കൈകളിലൂടെ. എന്താണ് ഈ ഗോപിമാർ? ഇതൊക്കെ നമ്മൾ കേട്ടിട്ട് വല്ല കാര്യമുണ്ടോ എന്നാണ് അടുത്ത കാര്യത്തിൽ. ഇതിപ്പോൾ ഏതോ കാലത്ത് ഗോപിയുടെ ഏതൊരു കൃഷ്ണൻ ഉണ്ണി ഉണ്ടായിട്ട് ഏത് ഗൃഹത്തിൽ കുട്ടികളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ കുട്ടിയായ സമയത്ത് ഞാൻ എങ്ങനെ ചെയ്തു പറഞ്ഞാൽ എഴുതി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞാനിതുപോലെയൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എഴുതി വെച്ചാൽ അതൊരു ആൾക്കാരിരുന്ന് വായിക്കുമോ ഇനി? പിന്നെ എന്തിതൊക്കെ കേട്ടിരിക്കണേ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇതൊക്കെ ഏതോ കാലത്തുള്ളത് നമുക്ക് വല്ല ഉപകാരമുണ്ടോ, നമ്മുടെ ജീവിതമായിട്ട് വല്ല ബന്ധമുണ്ടെന്നൊക്കെ ഒന്ന് ആലോചിച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ, ഞാനൊന്ന് ആലോചിച്ച് നോക്കി. പണ്ട് ചിലപ്പം ഇവിടെ ഇപ്പം കാണാത്തൊരു കാര്യം, ഇന്ന് സംഭവിക്കാത്തൊരു കാര്യം അന്നൊക്കെ സംഭവിക്കാറുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലുള്ള ഏത് യജ്ഞമാണെങ്കിലും മുൻപിൽ മുഴുവൻ സീറ്റ് കുട്ടികൾക്കായിരുന്നു അന്ന്. അന്ന് 4 അല്ലെങ്കിൽ 5 വയസ്സുള്ള സമയത്ത്, 5 അല്ലെങ്കിൽ 6 ആയിരിക്കാം, ആ സമയത്ത് ഞങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഭാഗവതോ നാരായണീയാണോ എന്തോ അറിയില്ല, ഇതുപോലെ എന്തൊക്കെയോ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഇരുന്നു. അങ്ങനെ എന്തൊക്കെയോ ഇപ്പോൾ അവിടെ ഇരുന്ന് എന്താ പറയുന്നതൊന്നും നമ്മൾ കേൾക്കുന്നില്ല, അവിടെ ഇതൊക്കെ നോക്കി ഇരുന്നു. അപ്പോൾ പക്ഷേ അവിടുത്തെ ഒരു ആചാര്യൻ, പണ്ട് ഇവിടെ സപ്താഹം നടത്തിയ ആചാര്യനാ ഗുരുവായൂരപ്പദാസ് സ്വാമികൾ. അദ്ദേഹത്തിൻ്റെ പ്രഭാവനെ കണ്ടിങ്ങനെയൊക്കെ താടിയൊക്കെ നോക്കി, അദ്ദേഹത്തിൻ്റെ കാവി മുണ്ടും ഒക്കെ നോക്കി അതിനൊക്കെ നോക്കി രസിച്ചിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ കണ്ടു അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഉണ്ണിയെ, അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഉണ്ണി കണ്ണനെ ഞാൻ കണ്ടു. എന്നെ നോക്കി ചിരിച്ചു, എന്നെ നോക്കി ചിരിച്ചു. പക്ഷെ ഞാൻ അങ്ങോട്ട് കൈ നീട്ടാനൊന്നും പോയില്ല. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ് പിന്നെയും എത്ര വർഷവും 10-12 വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഗുരുനാഥൻ പറഞ്ഞു, അതൊരു വിജയദശമി ദിവസമായിരുന്നു, വേദം പഠിപ്പിക്കുന്ന വേദപാഠശാലയിൽ വെച്ചിട്ട് പറഞ്ഞു, കൈ നീട്ടു. എന്തിനാ? ഈ ഉണ്ണിയെ തരാനാ. ഈ ഉണ്ണി എന്ന് പറഞ്ഞാൽ ഈ ഉണ്ണിയുടെ പേര് ഇപ്പം ശ്രീമന് നാരായണീ എന്നാണ്. അന്ന് തന്നത് ഭാഗവതാണെന്ന് മാത്രം. ഉണ്ണി തരാനാ പറഞ്ഞു. ശരി, ഞാൻ ആദ്യം അങ്ങനെ താല്പര്യമൊന്നുമില്ല, നല്ല കൈ നീട്ടുമെന്ന് നിർബന്ധിച്ചപ്പോൾ ഞാൻ കൈ നീട്ടിക്കൊടുത്തു. അങ്ങനെ കയ്യിൽ വെച്ച് തന്നു. കയ്യിൽ കെട്ടിയപ്പോഴാണ് മനസ്സിലായത് ഇനി ഒരു കാലത്തും താഴ്ത്തു വയ്ക്കാൻ പറ്റില്ല എന്ന്. എന്തുകൊണ്ടാണ് ഒരു കാലത്തും താഴ്ത്തു വയ്ക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായത്? ഈ ഉണ്ണി അങ്ങോട്ട് തൊടുമ്പോഴുള്ള അനുഭവം, ഭവദ്വപു സ്പർശന കൗതുകേന. ഗുരുവായൂരപ്പ അങ്ങേ തൊടുമ്പോഴുള്ള സുഖം ഉണ്ടല്ലോ, അവിടുത്തെ വാരിയെടുക്കുമ്പോഴുള്ള സുഖം ഉണ്ടല്ലോ, ആ ഭവദ്വപു സ്പർശന കൗതുകേന, എന്തൊരു മാധുര്യം അതിന്. അതുകൊണ്ട് കരാൽക്കരം ഗോപവധൂജനേന നീതസ്ത്വമാതാമ്രസരോജവാലാവ്യാലം വിലോലം ബതുലാമലാസി. അതുകൊണ്ടാണ് അവർ വാരിയെടുത്തത്. അത്രയും മാധുര്യമുള്ളത് കൊണ്ടാണ് ഇന്നും നമ്മളും വാരിയെടുക്കണില്ലേ. അന്ന് ഗോപിമാരുടെ കൈകളിലൂടെ ഇങ്ങനെ ഇതാ പറന്ന് നടക്കുകയാണ്. നമുക്ക് ഇതാ അന്ന് ഗോപിമാർക്ക് മനസ്സിലായിട്ടോന്ന് അറിയില്ല ആരാന്ന്. നമ്മളിപ്പോൾ വാരിയെടുത്ത് കൊണ്ട് നടക്കുക, മുഴുവൻ മനസ്സിലായിട്ടോ. അത് പറഞ്ഞ പോലെ മനസ്സിലാഴ്ച എങ്ങനെയൊക്കെ വായിക്കോ.
പണ്ട് ഒരു പ്രസിദ്ധനായിട്ടുള്ള ആചാര്യൻ പറയുന്നുണ്ടായിട്ടുണ്ട്, തൃശ്ശൂരിലുള്ള KP നാരായണ പിഷാരടി എന്നൊക്കെ പറയായിട്ടുള്ള മഹാത്മാവ്, പണ്ട് അദ്ദേഹത്തിനെ കുറച്ചു കാലം അദ്ദേഹമൊക്കെ ആയിട്ട് അടുത്ത് നിൽക്കാൻ പറ്റി. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് നമസ്കരിക്കണം. എന്താ? ഭാഗവതമൊക്കെ വായിച്ച് നമസ്കരിക്കണം. നല്ല രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്ന് മാറ്റി പിടിച്ചു മാത്രമേ ഉള്ളൂ. എന്താ അത്? അദ്ദേഹം പിന്നെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥ തലങ്ങളെന്ന് ആലോചിച്ചു നോക്കി. എന്താ അത്? എന്നെ കൊണ്ട് പറ്റില്ല 7 ദിവസം ഇരുന്ന് വായിക്കാൻ. അതെന്താ? ഇതെങ്ങനെയാണ് വായിക്കാൻ പറ്റുക? ഭാഗവതം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇതുപോലത്തെ ഗ്രന്ഥങ്ങൾ, അപ്പം നാരായണീയ ആയിക്കോട്ടെ, എങ്ങനെ വായിക്കാൻ പറ്റും? ഇതിൻ്റെ അർത്ഥ ഗാംഭീര്യം കണ്ട് മനസ്സിലായി കഴിഞ്ഞാൽ എങ്ങനെ മുമ്പിലേക്ക് പോവുക? അവിടെ നിന്ന് പോവും ഒരാൾ. നമുക്ക് ഒരു വിഷമില്ല അതങ്ങനെ വായിച്ച് തള്ളുക അല്ലേ? എത്ര മണിക്കൂർ കൊണ്ടാണ് വായിക്കേണ്ടത്? നമ്മുടെ സംശയം. ഒരാൾ പറഞ്ഞു, ഞാൻ 5 മണിക്കൂർ കൊണ്ട് സംസാരിക്കും, ഞാൻ 4 മണിക്കൂർ കൊണ്ട് വായിക്കും. പണ്ട് ഞങ്ങളുടെ ഗുരുനാഥൻ്റെ അടുത്ത് വന്നിട്ട് പറയാറുണ്ട്, തിരുമേനി ഞങ്ങളെയൊക്കെ വായിക്കാൻ കൂട്ടും, ഞാൻ ഒരു അധ്യായം ഭാഗവതേ 1 മണിക്കൂറിൽ ഇത്ര അധ്യായം വായിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്ന സ്വാമിജി ഉണ്ടല്ലോ, അച്യുത ഭാരതി സ്വാമികൾ, അദ്ദേഹം പറഞ്ഞു, എന്നെക്കൊണ്ട് ഒരു കാലത്തും ഇത്ര സ്പീഡിൽ വായിക്കാൻ പറ്റില്ല. ഇത്ര വായിച്ച ഇങ്ങനെ വേണമെങ്കിൽ മതി. അദ്ദേഹത്തിന് സപ്താഹത്തിനൊക്കെ പണ്ട് ഞങ്ങൾ പോകാറുണ്ട്. പ്രഭാഷണം ചിലപ്പോൾ അരമണിക്കൂർ പ്രഭാഷണം ചെയ്യാൻ അദ്ദേഹത്തിന് പറഞ്ഞാൽ അദ്ദേഹം 20 മിനിറ്റ് കൊണ്ട് നിർത്തും. സാവധാനം വായിച്ചിട്ട് വേണ്ടെങ്കിൽ മതി. ഇത് വായിച്ചിട്ട് നേരെയാവാതെ ഒന്നും ഇവിടെ ഒന്നും എടുക്കാനില്ല എന്നൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് പറയാറുണ്ട്. വളരെ കൃത്യമായിട്ട് അർത്ഥം മനസ്സിലാക്കി വായിച്ചിട്ട് വേണമെങ്കിൽ മതി. പണ്ട് അത്രയും എന്താ പറയുക, വായനയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ഉള്ളവരൊക്കെ മോശമായിട്ട് വായിക്കണമെന്ന് പറയാൻ വേണ്ടൊന്നല്ല കേട്ടോ, അതൊന്നുകൂടി നേരിയേക്കാൻ വേണ്ടി പറയുന്നു മാത്രമേ ഉള്ളൂ. പണ്ട് ഈ വേദമൊക്കെ പഠിക്കുന്ന സമയത്ത് അക്ഷരങ്ങൾ മലത്തി ചെല്ലുക, കമത്തി ചെല്ലുക എന്നൊക്കെ ഉണ്ട് ഒരക്ഷരം. ഇപ്പൊ ഹയഗ്രീവമൂർത്തിയായിട്ടുള്ള ഭഗവാനെ നമസ്കരിക്കുക. നൃതുരംഗ വിഗ്രഹ, ഭഗവാനെ വിളിക്കുകയാണ് നൃതുരംഗ വിഗ്രഹ. നമ്മളൊക്കെ അടുത്ത കാലം വരെ വായിച്ചിരുന്നത് എങ്ങനെയാ? നൃതുരംഗ വിഗ്രഹ. എന്താ വ്യത്യാസം? രാ എന്നുള്ള അക്ഷരം എത്തിയപ്പോൾ നൃതുരംഗ വിഗ്രഹ എന്ന് വായിച്ചു. അങ്ങനെയല്ല. ഹയഗ്രീവമൂർത്തിയുടെ പ്രത്യേകത എന്താണ്? നരരൂപമുണ്ട്, കുതിരയുടെ രൂപമുണ്ട്. നരരൂപത്തിലാണ് നൃ, കുതിരയുടെയോ തുരങ്ക. നൃതുരംഗ വിഗ്രഹ എന്നാണ് നമ്മൾ വായിച്ചത്. എങ്ങനെയാ? നൃതുരംഗ വിഗ്രഹ എന്ന് വായിച്ചു. വേദത്തിന്റെ ചില ഉപാസന ഭാഗമായിട്ടാണ് വാരമിരിക്കുക എന്ന് പറയും. വേദത്തിലെ ഓരോ മന്ത്രങ്ങൾ 2 പദങ്ങളായിട്ട് കൂട്ടി ക്രമത്തിൽ എങ്ങനെ ചെല്ലാം. അത് അമ്പലത്തിന് മുമ്പിൽ ഇരുന്നിട്ട് ഗുരുവായൂരപ്പൻ്റെ അല്ലെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചെല്ലാണ്. അതില് ഈ നൃതുരംഗ വിഗ്രഹ എന്നുള്ളതിന് നൃതുരംഗ വിഗ്രഹ എന്നുള്ളതിനെ നൃതുരംഗ വിഗ്രഹ എന്നാണ് ചൊല്ലിക്കഴിഞ്ഞാൽ അപ്പം നിർത്തിക്കൊള്ളാൻ പറയും. രണ്ടാമത് തെറ്റിക്കഴിഞ്ഞാൽ ആവർത്തനമില്ല, നിർത്തിപ്പോരാ, പിന്നെ തുടരാൻ പാടില്ല. അന്നത്തെ ദിവസം തുടരാൻ പാടില്ല, പിറ്റേ ദിവസം വന്നിട്ട് അത് പഠിച്ചിട്ട് പിന്നെ വന്നാൽ മതി എന്ന്. അത്രയും മനസ്സിരുത്തി വേണം. അതുമാത്രമല്ല, പണ്ട് ഭാഗവതം വായിക്കാൻ തുടങ്ങിയ കാലത്ത് ഞങ്ങളുടെയൊക്കെ തുടങ്ങിയ സമയത്തുള്ള ആചാര്യന്മാര് ഒരു അക്ഷരം തെറ്റിയാൽ അത് വീണ്ടും വായിപ്പിച്ചിട്ട് അടുത്തത് വായിപ്പിക്കാറുള്ളൂ വേദിയിലിരുന്നിട്ട്. ഒരിക്കൽ ഒരു സപ്താഹത്തിന് ഭാഗവത ഹംസം വള്ളിയൂർ ശങ്കര നമ്പൂതിരിയുടെ സപ്താഹത്തിന് ഞങ്ങളിങ്ങനെ ശ്രോതാക്കളായിട്ടിരിക്കുകയാണ്. അപ്പം അന്ന് സാധാരണ അദ്ദേഹം തന്നെയാണ് വായിക്കാറ്, അദ്ദേഹം തന്നെയാണ് പ്രഭാഷണം നടത്താറ്. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വയ്യാതെ ആയപ്പോൾ ഒരാളെ സഹായത്തിന് ഇരുത്തി. അദ്ദേഹത്തിന് പെട്ടെന്നൊന്ന് എണീറ്റ് പോകേണ്ടി വന്നു. അങ്ങനെ എണീറ്റ് പോയി 5 മിനിറ്റിനുള്ളിൽ തിരിച്ചു വന്നു. പക്ഷെ ആ 5 മിനിറ്റിനുള്ളിൽ നിന്ന് വായിക്കുന്നത് ഒരു അക്ഷരം തെറ്റിയപ്പോൾ തിരിച്ചു വന്നിട്ട് ആ ഭാഗം മുതൽ വീണ്ടും വായിപ്പിച്ചു. ഒരക്ഷരം തെറ്റിയുടെ കാര്യമാണ് അത്. കാര്യമായിട്ടുള്ള തെറ്റൊന്നും നമ്മളുടെ കണക്കിൽ തെറ്റൊന്നും തോന്നില്ല.
അത്രയും വേദവേദ്യനായിട്ടുള്ള ഭഗവാനെയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നതെന്ന്. ആ ഭഗവാനാണ് നമ്മുടെ ഇടയ്ക്കോട്ട് അങ്ങനെ ഇതൊന്നും നോക്കാതെ ഈ ശാസ്ത്രങ്ങളൊന്നും കൈകാര്യം ചെയ്യാനായിട്ട്, ഈ ശാസ്ത്രമൊന്നും നാരായണീയോ ഭാഗവതോ ഒക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ഒരു സാമർഥ്യമില്ലാത്ത നമ്മളുടെ കയ്യിലൂടെ ഭഗവാൻ ഓടി നടക്കുകയാണ്. വരുന്ന ഗോപാല നിദംബനീനാം കരം പകർന്നാശു വിളങ്ങി കൃഷ്ണൻ വിരിഞ്ഞ പുഷ്പങ്ങളിൽ അങ്ങുമിങ്ങും വിരഞ്ഞു മണ്ടുന്നൊരു വണ്ടുപോലെ. ഇങ്ങനെ ഭഗവാൻ എന്താ ഗോപിമാന്റെ കൈകളിലൂടെ പറന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാനെ വാരിയെടുത്ത് യശോദമ്മ പാല് കൊടുക്കുന്നു. നിപായന്തി സ്തനമംഗം ത്വാം വിലോകയന്തി വദനം ഹസന്തി ദശാം യശോദ കഥമാം നഭേജേ സതാദൃശപ്പാഹി ഹരേ ഗദാന്മാം. ആ ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങേങ്ങനെ മടിയിൽ വാരിയെടുത്ത് മാറത്തിങ്ങനെ ചേർത്ത് പിടിച്ച് പാല് കൊടുക്കുന്നു. ആ പാല് കുടിക്കുമ്പോഴേ ഭഗവാൻ ഇങ്ങനെ മുഖം ഇങ്ങനെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പാല് കുടി നിർത്തി അമ്മയുടെ മുഖത്തേക്ക് നോക്കും. എന്നിട്ട് പതുക്കെ വീണ്ടും പാല് കുടിക്കും. ആ മുഖത്തുള്ള പുഞ്ചിരി അതേപോലെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ആ പാല് കുടിച്ചുകൊണ്ട് ഒപ്പം അങ്ങനെ അമ്മയുടെ മുഖത്ത് നോക്കിക്കൊണ്ടുള്ള പുഞ്ചിരി തൂക്കുമ്പോഴേ അമ്മ എന്തോ ഒരു ആനന്ദ ലോകത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. അങ്ങനെ ആ അമ്മയെ ദിവ്യ ആനന്ദത്തിലേക്ക് എത്തിച്ചതായിട്ടുള്ള ഭഗവാനെ അവിടുന്ന് എൻ്റെ രോഗത്തെ നശിപ്പിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്.